എൻ്റെ പേര് രാധാകൃഷ്ണൻ. ഞാൻ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ സ്വദേശിയാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഹെൽത്ത് മേഖലയിലാണ്, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റുകളിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 10 വർഷക്കാലം ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലുണ്ടായിരുന്നു. 14 വർഷക്കാലം ന്യൂട്രാസ്യൂട്ടിക്കൽ മേഖലയിലുണ്ടായിരുന്നു. കഴിഞ്ഞ 3 വർഷമായിട്ട് മാഗ്നറ്റിക് തെറാപ്പിയുമായി അതിന്റെ ഉൽപ്പന്നങ്ങളുടെ വിതരണവും അതിന്റെ പഠനവും അതിന്റെ പരിശീലനങ്ങളും ഒക്കെ ആയിട്ട് 3 വർഷക്കാലം ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു പഠനവും അതിനെക്കുറിച്ചുള്ള നോളേജും എടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ പോകുന്ന യാത്രയിലാണ് MR മാർക്കറ്റിംഗ് എന്ന് പറയുന്ന മണിരായ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഓർഗനൈസേഷനുമായിട്ട് പരിചയപ്പെടുന്നത്. സൗത്ത് ഇന്ത്യൻ ടീം SIT എല്ലാവരും കൂടി ആലോചിച്ച് ഈ ഒരു പ്രോജക്റ്റ് നമ്മുടെ സംസ്ഥാനത്തും അതിലുപരിയായിട്ട് ഇന്ത്യ മഹാരാജ്യം മുഴുവനും ഒരു വലിയ വളർച്ചയ്ക്ക് വേണ്ടി തയ്യാറാകണം എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടായി. അതിന് പശ്ചാത്തലമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഏറ്റെടുത്ത ഒരു പ്രോജക്റ്റ് ഈ ജീവിതത്തിൽ ഏറ്റവും ഒരു വലിയ വഴിത്തിരിവായിട്ട് ഇപ്പോ അത് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഏകദേശം ഒരു 4 ആഴ്ചയോളം ആകുന്നു MRുമായി ബന്ധപ്പെട്ട് അതിന്റെ സജീവമായ പ്രവർത്തനത്തിലാണ്. അപ്പോ നമ്മൾ എന്താണ് മണിരായ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്താണ്, ഈ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്, ഇതാണ് ഇന്നത്തെ നമ്മൾ സൺഡേ സൂമിൽ നമ്മൾ സംസാരിക്കുന്നത്. അത് വളരെ ഗഹനമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ പോലും വളരെ ചെറുതായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ ഞാൻ പറയുന്നതിന് പ്രതിഫലിപ്പിക്കുന്നതിന് പരമാവധി ഞാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ലീഡേഴ്സുമായിട്ട് ക്ലാരിറ്റി വരുത്താം, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ അതിന്റെ ക്ലാരിറ്റി വരുത്തി തരാം. എന്തായാലും നമ്മുടെയൊക്കെ ജീവിതത്തില്, എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന 2 ഘടകങ്ങളുണ്ട്. ഒന്ന്, ആരോഗ്യത്തോടു കൂടി ജീവിക്കണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകം. രണ്ടാമത്തത്, ഈ ജീവിതത്തിലെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളിലൂടെ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു സാമ്പത്തികമായ സുസ്ഥിരത ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം. ഇത് രണ്ടും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ് മണിരായ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. ഈ കമ്പനിക്ക് ഒത്തിരി സവിശേഷതകളുണ്ട്, ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഇതൊരു പഠന കളരിയാണ്. നിരന്തരമായിട്ടുള്ള പഠനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഓരോ തവണ നമ്മൾ പഠിക്കുമ്പോഴും അത് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു മേഖലയിൽ മുന്നേറുന്നതിന് വേണ്ടുന്ന എല്ലാവിധ കഴിവും പ്രാപ്തിയും അതിനുള്ള എബിലിറ്റിയും ഒക്കെ നമുക്ക് ഉണ്ടാക്കി തരിക തന്നെ ചെയ്യും, അതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ സൗത്ത് ഇന്ത്യൻ ടീം കൃത്യമായിട്ടുള്ള പഠന പരിപാടികൾ, പരിശീലന പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. വൈകാതെ തന്നെ നമുക്കതിന്റെ ഓഫ്ലൈൻ പ്രോഗ്രാമുകളും ട്രെയിനിങ്ങുകളും ഒക്കെ തന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യാം. നമ്മുടെയൊക്കെ ജീവിതത്തിലെ സന്തോഷകരമായിട്ടുള്ള ഒരു കാലഘട്ടം നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ കൂടെ നിന്നുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ സൺഡേ സൂമിലേക്ക് വളരെ സന്തോഷപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മള് എന്താണ് മണിരായ എന്ന് പറയുന്നതിന് മുമ്പായിട്ട് വെൽനെസ് എന്ന് പറയുന്ന ഒരു ആശയത്തെ വളരെ മുറുകെ പിടിച്ചുകൊണ്ടാണ് മണിരായ മുന്നോട്ട് പോകുന്നത്. പ്രകൃതിദത്തമായിട്ട് സൗഖ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. എല്ലാവരും സൗഖ്യത്തെ കുറിച്ച് ചിന്തിക്കുന്നവരും സൗഖ്യം ആഗ്രഹിക്കുന്ന വ്യക്തികളുമാണ്. അപ്പൊ ആ ഒരു വെൽനെസ്സിലേക്കുള്ള പ്രകൃതിദത്തമായിട്ടുള്ള ഒരു വഴിയാണ് മണിരായ നമുക്ക് ഒരുക്കി തരുന്നത്. കമ്പനിയെ കുറിച്ച് നമ്മളെ മനസ്സിലാക്കുന്ന സമയത്ത് ഇന്ത്യയിൽ നിന്ന് വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. പ്രത്യേകിച്ച് ബയോമാഗ്നറ്റിക് മേഖല, അതുപോലെ തന്നെ ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്ന നമുക്കൊക്കെ ആരോഗ്യകരമായ ഒരു ജീവിതത്തിന് പ്രകൃതിദത്തമായ സോഴ്സുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആരോഗ്യ ജീവിതം നമുക്ക് സമ്പന്നമാക്കി തരുന്ന ന്യൂട്രാസ്യൂട്ടിക്കലിന്റെ ഒരു സെഗ്മെന്റ്, അതിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് മണിരായ. അതുപോലെ ഫോക്കസ്ഡ് ഓൺ ഹെൽത്ത് കെയർ ആൻഡ് വെൽനെസ്, സൗഖ്യ ഉൽപ്പന്നങ്ങളും ആരോഗ്യ ഉൽപ്പന്നങ്ങളും പേഴ്സണൽ കെയർ പ്രോഡക്റ്റുകളും, നമ്മളൊക്കെ വ്യക്തി ജീവിതത്തിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പേഴ്സണൽ കെയർ പ്രോഡക്റ്റുകളും പിന്നെ അഗ്രികൾച്ചർ പ്രോഡക്റ്റുകളും കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ. ഇങ്ങനെയുള്ള വ്യത്യസ്തമായ സെഗ്മെന്റിലൂടെ വ്യത്യസ്തമായ
ശ്രേണിയിലുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ന് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് മണിരായ എന്ന് പറയുന്ന കമ്പനി. കൂടാതെ ഇന്ത്യയിലുള്ള കോടാനുകോടി ജനങ്ങൾക്ക് ഒരു എന്റർപ്രണർഷിപ്പ് കൊടുക്കുന്നതിന് വേണ്ടി, അവർക്ക് ഒരു ബിസിനസ്സുകാരനാകുന്നതിന് വേണ്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടി, അത് ചെറിയൊരു ഓപ്പർച്യൂണിറ്റി അല്ല, എല്ലാ മനുഷ്യർക്കും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള, ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മഹത്തരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കൂടി ഈ കമ്പനി നമുക്ക് ഇവിടെ ഷെയർ ചെയ്യുന്നു എന്നുള്ളതാണ്. കുറച്ച് കാലമേ ആയിട്ടുള്ള നമ്മുടെ കമ്പനിയും പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളെങ്കിൽ പോലും ഇതിനിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്, വളരെ സന്തോഷകരമാണ്. അതുകൊണ്ട് തന്നെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഒരു ന്യൂ എറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ യുഗം സൃഷ്ടിക്കാൻ പര്യാപ്തമായിട്ടുള്ള, അതിനുള്ള എല്ലാ ശേഷിയുമുള്ള, അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങി നിൽക്കുന്ന ഒരു മഹത്തരമായിട്ടുള്ള കമ്പനിയാണ് മണിരായ മാർക്കറ്റിംഗ്. ഒരു തർക്കവും വേണ്ട, നാളുകളിൽ നമ്മുടെ മാർക്കറ്റ്, നമ്മുടെ കമ്പോളം ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു പേര് തന്നെയാണ് മണിരായ. അതിന്റെ എല്ലാ സൂചനകളും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. കഴിഞ്ഞ വർഷം മെയ് മാസം 1-ാം തീയതി നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഒരു വർഷം കമ്പനി പൂർത്തീകരിക്കുന്ന സമയത്ത് 5 കോടിയുടെ ടേൺ ഓവറാണ് ഈ കമ്പനി ഉണ്ടാക്കിയത്. എങ്കിൽ അവിടെ ഏറ്റവും സവിശേഷമായി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, അതിൽ 2.5 കോടി രൂപയും ഇതിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, കമ്പനിക്ക് ആരാണോ ബിസിനസ് ഉണ്ടാക്കി കൊടുക്കുന്നത് അവർക്ക്, പ്രവർത്തിക്കുന്ന ആളുകൾക്ക് 2.5 കോടി രൂപ പേ ഔട്ട് കൊടുത്തിട്ടുള്ള ഇന്ത്യയിലെ ഏക കമ്പനിയാണ് MR മാർക്കറ്റിംഗ് എന്ന് നമുക്ക് വളരെ സന്തോഷപൂർവ്വം, അതുപോലെ തന്നെ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഈ കുറഞ്ഞ കാലയളവിന്റെ ഉള്ളിൽ 175 അധികം വരുന്ന ലാഖ്പതീസിനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. കൂടാതെ 2 പ്രധാനപ്പെട്ട അവാർഡുകൾ നമ്മുടെ കമ്പനിക്ക് കിട്ടുണ്ടായി. ഒന്ന് ബെസ്റ്റ് ആയുർവേദിക് സ്റ്റാർട്ടപ്പ് ഓഫ് 2024 അവാർഡ്, അത് നെറ്റ്വർക്ക് എക്സ്പ്രസ് ആണ് കൊടുത്തത്. 2 റെക്കഗ്നൈസ്ഡ് ആസ് ബെസ്റ്റ് ചേഞ്ച് മേക്കർ ഇൻ കോർപ്പറേറ്റ് ബിസിനസ് സെക്ടർ 2024, അത് IIB ആണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ 2 പ്രധാനപ്പെട്ട അവാർഡുകൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കമ്പനിക്ക് എടുക്കാൻ കഴിഞ്ഞു. നമ്മുടെ ബെലോവ്ഡ് MD മിസ്റ്റർ നിതിൻ മഞ്ചപ്പ, അദ്ദേഹമാണ് ഈ കമ്പനിയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. എനർജറ്റിക് പേഴ്സണാലിറ്റിയാണ് നിതിൻ സാർ. അദ്ദേഹവുമായി 3 തവണ നേരിട്ട് സംസാരിക്കാനുള്ള സൗഭാഗ്യം എനിക്കുണ്ടായി. വളരെ ക്ലാരിറ്റിയുള്ള, വളരെ വലിയ കാഴ്ചപ്പാടുള്ള, കൃത്യമായി ഈ ഒരു പ്രസ്ഥാനത്തെ എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ച് ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തിയാണ് നിതിൻ സാർ എന്നുള്ളത് അദ്ദേഹവുമായി നേരിട്ട് സംസാരിക്കുന്ന ഓരോ വ്യക്തികൾക്കും അത് ക്ലിയർ ആൻഡ് ക്ലാരിറ്റിയിൽ വ്യക്തമാകും എന്നുള്ളതാണ്. അദ്ദേഹം 2 സെക്ടറുകളിൽ എന്നുണ്ടെങ്കിൽ നിതിൻ സാറ് പ്രധാനമായും 2 സെക്ടറുകളിലാണ് അദ്ദേഹത്തിന്റെ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ളത്. ഒന്ന് IT സെക്ടർ. നമുക്കറിയാൻ പറ്റും ഇന്നത്തെ ഒരു കാലഘട്ടത്തില് IT എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മേഖലയാണ്. IT സെക്ടറിൽ അദ്ദേഹത്തിന്റെ പ്രാവീണ്യം എന്ന് പറയുന്നത് ഹൈ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു IT പ്രൊഫഷണൽ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ കരിയർ ഒരു വലിയ ഉയർച്ച ഉണ്ടാക്കി. അതുപോലെ തന്നെ ഡയറക്ടർ സെല്ലിംഗ്, ഈ ഡയറക്ടർ സെല്ലിംഗ്, IT, അതുപോലെ തന്നെ വെൽനസ്, ഇങ്ങനെ തുടങ്ങുന്ന മേഖലകളൊക്കെ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രികളാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. IT സെക്ടർ, വെൽനസ് സെക്ടർ, ഡയറക്ട് സെല്ലിംഗ് സെക്ടർ ഒക്കെ തന്നെ ലോകത്തിൽ വലിയ വളർച്ച ഈ ഒരു കാലഘട്ടത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രികളാണ്. ഈ ഇൻഡസ്ട്രിയിലെ ഇത് 3ഉം സമന്വയിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ മണിരായ മാർക്കറ്റിംഗ് കമ്പനി മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രസക്തി വരുന്നത്. IT സെക്ടറിൽ അദ്ദേഹം പ്രാവീണ്യം ഉള്ള, വർഷങ്ങളോളം അതിൽ പഠനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. അതിന്റെ ഒരു പ്രൊഫഷണൽ ആണ് അദ്ദേഹം. ഒരു പ്രൊഫഷണൽ ഒരു സ്വയം ഒരു ടച്ച് അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഡയറക്ട് സെല്ലിംഗിൽ കഴിഞ്ഞ 9 വർഷമായിട്ട് അദ്ദേഹത്തിന്റെ പഠനം, നിരീക്ഷണം, അതിലുള്ള അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ, എങ്ങനെ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയെ ജനകീയമാക്കാം, അവിടെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവർക്ക് അവരുടെ മനസ്സെന്താണ്, അതിനനുസരിച്ച് എങ്ങനെയാണ് അവർ പ്രൊമോട്ട് ചെയ്യേണ്ടത്, അതെല്ലാം സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കി പഠിച്ച് വ്യക്തത വരുത്തി കൃത്യമായ ഒരു പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ ഒരു മേഖലക്കകത്ത് വരും കാലങ്ങളിൽ ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് ഒരു വലിയ റവല്യൂഷൻ, ഒരു വലിയ വിപ്ലവം മണിരായ അഥവാ MR മാർക്കറ്റിംഗ് സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തില്
1% ആർക്കും തർക്കം വേണ്ട. അത് ഇദ്ദേഹവുമായി ഒന്ന് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും. ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ലേണിംഗ് ബൈ ഏണിംഗ് എന്ന് പറയുന്നത്. പഠനത്തോടൊപ്പം സമ്പാദിക്കുക. നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഓരോ ദിവസവും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉൽപ്പന്നങ്ങളെ കുറിച്ച്, സിസ്റ്റത്തെ കുറിച്ച്, ഇൻഡസ്ട്രിയെ കുറിച്ച്, നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ കുറിച്ച്, നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും നമ്മൾ ഓരോരുത്തരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പഠനം ഒരിക്കലും അവസാനിക്കുന്നില്ല. ആ പഠനത്തോടൊപ്പം സമ്പാദ്യം എന്ന് പറയുന്ന ഒരു വലിയ കാഴ്ചപ്പാട് ഇന്ന് അദ്ദേഹം നമ്മുടെ മുന്നിൽ വെക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കുറഞ്ഞ കാലയളവിനുള്ളിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. ഇനി വരുന്ന 1-2 വർഷം കഴിയുമ്പോഴേക്കും ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്തിനകത്തെ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിലെ ഏറ്റവും ടോപ്പ് പോസ്റ്റ് ഒരു 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 ലെവലിലേക്ക് മണിരായ എത്തുക തന്നെ ചെയ്യും. അതിനുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും, അതിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ച് അതുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഊന്നി പറയാനുള്ള കാരണം, കുറച്ച് സമയം ആയെങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കിയ, ഞാൻ പഠിച്ച, എനിക്ക് 25 വർഷക്കാലം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുമായിട്ടുള്ള പരിചയവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കമ്പനിയെ എങ്ങനെ വിലയിരുത്തണം, ഒരു കമ്പനിയെ എങ്ങനെയാണ് പഠിക്കേണ്ടത്, അവരുടെ രീതികൾ എന്തൊക്കെയാണ്, ഇതെല്ലാം പെട്ടെന്ന് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കാര്യങ്ങളിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്, ഞാൻ സംതൃപ്തനാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലം എനിക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു അംഗീകാരവും ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റുമാണ് MR മാർക്കറ്റിംഗ് എന്ന് ഞാൻ പേഴ്സണലായിട്ട് പറയും. അത് ഒരുപാട് ആളുകൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്ക് നമ്മുടെ സെഗ്മെന്റിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് നമ്മുടെ MD ക്ക് കിട്ടിയിട്ടുള്ള ഒരു അവാർഡാണിത്. ഇത് ഐക്കൺ ഓഫ് ഇന്ത്യൻ ബിസിനസ് അവാർഡാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. യങ്സ്റ്റേഴ്സിന് കൊടുക്കുന്ന ഒരു അവാർഡാണ്. നമ്മുടെ കമ്പനിയുടെ കറക്റ്റ് കോണ്ടാക്ട് ഇൻഫർമേഷൻ, കമ്പനി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, കമ്പനിയുടെ ഇമെയിൽ എന്താണ്, കമ്പനിയുടെ വെബ്സൈറ്റ് എന്താണ്, കമ്പനിയുടെ അവിടുത്തെ കസ്റ്റമർ കെയർ നമ്പർ എന്താണ്, ഇതെല്ലാം കൃത്യമായിട്ട് നമുക്കറിയാം. ഇതെല്ലാം കൃത്യമായി ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പല കമ്പനികളിലും കസ്റ്റമർ കെയർ ഒന്നും പ്രവർത്തിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതെല്ലാം കറക്റ്റ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മള് യലഹങ്കയിലാണ് നമ്മുടെ കമ്പനിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ശിവാജി നഗറിലാണ്, ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ നമുക്കറിയാൻ പറ്റും, ഇന്ത്യയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു IT ഹബ്ബാണ് ബാംഗ്ലൂർ എന്ന് പറയുന്നത്. അവിടെയാണ് കമ്പനിയുടെ ഹെഡ് ഓഫീസും അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഓഫീസും ഒക്കെ തന്നെ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലുള്ള നമ്മുടെ ഓഫീസ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാലക്കുടിയിലാണ്, തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിലാണ്. ഈ ഓഫീസ് റണ്ണിങ് ആയി കഴിഞ്ഞു, പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞു. കേരള GST അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങളെല്ലാം പൂർത്തീകരിച്ചു. ഇന്ന് കേരള ഗവൺമെന്റ് പറയുന്ന എല്ലാ നിയമ നിർമ്മാണ സംവിധാനത്തിൽ എല്ലാം തന്നെ പൂർത്തീകരിച്ച് നമ്മുടെ കമ്പനി പോയിക്കൊണ്ടിരിക്കുന്നു. പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ലീഗൽ സർട്ടിഫിക്കേഷനുകളും നമ്മുടെ കമ്പനി 100% അതെല്ലാം തന്നെ എടുത്തു. 100% ലീഗലായിട്ടാണ് നമ്മുടെ കമ്പനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിലേക്കും നമ്മുടെ കമ്പനിയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. നാച്ചുറൽ പ്രോഡക്ട്സ് ഫോർ എ ബെറ്റർ ലൈഫ്, പ്രകൃതിദത്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങളിലൂടെ മെച്ചപ്പെട്ട ആരോഗ്യം എന്നുള്ള ഒരു വലിയ സിദ്ധാന്തത്തിൽ നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ പ്രോഡക്റ്റിന്റെ റേഞ്ച് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇതിലെ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകളുണ്ട്, ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രോഡക്റ്റുകളുണ്ട്, വെൽനസ് ബൂസ്റ്റർ പ്രോഡക്റ്റുകളുണ്ട്, ഹോം എസെൻഷ്യൽസ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളുണ്ട്, സ്കിൻ ആൻഡ് ഹെയർ പേഴ്സണൽ കെയർ പ്രോഡക്റ്റുകളുടെ ഒരു വലിയ റേഞ്ച് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിലെ സമസ്ത മേഖലയിലും അഗ്രികൾച്ചറൽ പ്രോഡക്റ്റുകളുണ്ട്. സമസ്ത മേഖലയിലും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഒക്കെ തന്നെ ഒരു സമ്മിശ്രണമാണ് മണിരായ നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ചാൻസ്, ഒരു വലിയ സാധ്യത വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത് ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റ് ആണ്. എന്തുകൊണ്ട് ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിലുള്ള ലക്ഷോപലക്ഷം ആളുകള് ഇന്ന് പലതരത്തിലുള്ള ഹെൽത്ത് ചാലഞ്ചസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് പ്രകൃതിദത്തമായിട്ടുള്ള ഒരു മോചനം എങ്ങനെ കൊടുക്കാൻ പറ്റും, അതിന് സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു മെത്തേഡ് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും, ആ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഹീലിംഗ് തെറാപ്പി സിസ്റ്റം എന്താണ് എന്ന് ജനങ്ങള്, ഇന്ത്യയിലുള്ള വളരെ ചെറിയൊരു പെർസെന്റേജ് ആളുകൾക്ക് മാത്രമാണ് ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകളെ കുറിച്ച് അറിയുന്നത്. അപ്പൊ എന്താണ് ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ എന്ന് ഇനിയും കോടാനുകോടി ജനങ്ങളെ പഠിപ്പിക്കേണ്ടതുണ്ട്.
ആ ജനങ്ങൾ ഇതൊക്കെ മേടിക്കേണ്ടതുണ്ട്. അപ്പോ ഇവിടെ നമ്മൾ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എന്താണ് ബയോമാഗ്നറ്റിസം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മുടെ ജീവനെ സ്വാധീനിക്കുന്ന, ഓരോ ജന്തുജീവജാലങ്ങളുടെയും ജീവനെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ്. ഭൂമിയുടെ ഒരു ജൈവ കാന്തികമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് ബയോമാഗ്നറ്റിസം എന്ന് പറയുന്നത്. ഇത് നമ്മളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ ഏറ്റക്കുറച്ചിലുകളൊക്കെ നമ്മൾക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഉള്ളിടത്തോളം കാലം, മനുഷ്യന്റെ ശ്വസന പ്രക്രിയ നടക്കുന്നിടത്തോളം കാലം, അതുപോലെ തന്നെ സർക്കുലേഷൻ നടക്കുന്നിടത്തോളം കാലം ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾക്കും ബയോമാഗ്നറ്റിസത്തിനും ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അത് അത്യാവശ്യമാണ് എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ ജീവന്റെ പരമമായ രഹസ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ 5 എലമെന്റ്സ് എന്ന് പറയും. പഞ്ചഭൂതങ്ങൾ എന്ന് പറയാറുണ്ട്, പഞ്ചതത്വങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്. അത് ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്ന് പറയുന്ന 5 ഘടകങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ, വെള്ളം, സൂര്യപ്രകാശം, ഭക്ഷണം, ഭൂമിയുടെ മാഗ്നറ്റിക് എനർജി. ഇതിലാണ് ഒരു ജീവൻ ഇവിടെ നിലനിൽക്കുന്നത്. ഇതിന്റെ സന്തുലനമാണ് ജീവന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. ഇതിന്റെ ഏറ്റക്കുറച്ചിലുകളാണ് നമുക്ക് ആരോഗ്യാവസ്ഥയിൽ നിന്നും അനാരോഗ്യാവസ്ഥയിലേക്കും ഡിസോർഡറുകളിലേക്കും ഡിസ്ഫങ്ഷനിലേക്കും ഒക്കെ തന്നെ പോകുന്നത്. അപ്പൊ ഇതിന്റെ ബാലൻസ് നമുക്ക് ഉണ്ടാകണം. ഓക്സിജൻ ഉണ്ട്, വെള്ളമുണ്ട്, സൂര്യപ്രകാശമുണ്ട്, ഭക്ഷണമുണ്ട്, മാഗ്നറ്റിക് എനർജിയും ഉണ്ട്, ഭൂമിയുടെ മാഗ്നറ്റിക് എനർജിയും ഉണ്ട്. പക്ഷെ അത് നമുക്ക് സഫീഷ്യന്റ് ആയിട്ട് കിട്ടുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിന് കുറെ കാരണങ്ങളുണ്ട്. അപ്പൊ ആ കുറവുകളെ നികത്തിക്കൊണ്ട് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മാഗ്നറ്റിക് എനർജിയെ കൊടുക്കുക എന്നുള്ളതാണ് ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകത എന്ന് പറയുന്നത്. നമ്മള് ഈ ഹ്യൂമൻ ബോഡിക്ക് ഇത് എത്രത്തോളം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇത് എങ്ങനെ നമ്മൾ സ്വാധീനപ്പെടുത്തുന്നു എന്നുള്ളത് പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഈ മാഗ്നറ്റിസം ശരീരത്തിന് ആവശ്യമുണ്ടോ, മാഗ്നറ്റിക് എനർജി ശരീരത്തിന് ആവശ്യമുണ്ടോ, മാഗ്നറ്റിസം നമ്മളെ സ്വാധീനിക്കുന്നുണ്ടോ എന്നൊക്കെ പല ആളുകളും ചോദിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യമാണ്. എനിക്കും അങ്ങനെ സംശയം ഉണ്ടായിരുന്നു ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ്. പിന്നെ അത് പഠിച്ച സമയത്ത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി എന്നുള്ളതാണ്. നമ്മുടെ ഭൂമിയുടെ ഒരു 5000 കിലോമീറ്റർ ഉള്ളിലായിക്കൊണ്ട് ഒരു അയൺ നിക്കൽ സമുദ്രമുണ്ട്. ഏകദേശം 6000 ഡിഗ്രി സെൽഷ്യസിലാണ് അതിന്റെ ചൂട് എന്ന് പറയുന്നത്. നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഏകദേശം 1000 ഡിഗ്രി 1500 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ഇരുമ്പുരുക്കി ദ്രാവകാവസ്ഥയിൽ വരും. അപ്പൊ 6000 ഡിഗ്രിയുടെ ചൂടിന്റെ ഒരു അവസ്ഥ നമുക്ക് പറയാൻ കഴിയില്ല, ഊഹിക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയുള്ള ചൂടില് ഭൂമിക്കുള്ളിൽ ഒരു അയൺ നിക്കൽ സമുദ്രം, ഭൂമിയുടെ ഭൂമി റൊട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ റൊട്ടേഷന് ആനുപാതികമായി ഉള്ളിലും ഈ ഒരു ശക്തമായിട്ടുള്ള ഒരു ഫ്രിക്ഷൻ നടക്കുന്നുണ്ട്, ഒരു തിരിച്ചൽ നടക്കുന്നുണ്ട്. അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു എനർജിയാണ് ഈ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ കുട്ടിക്കാലത്തൊക്കെ പഠിച്ചിട്ടുണ്ട്, ഭൂമിയുടെ നോർത്ത് പോൾ, സൗത്ത് പോൾ, ഇതിൽ നിന്നുണ്ടാകുന്ന കാന്തിക വികിരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ സ്വാധീനിക്കുന്നുണ്ട്. അത് എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണത്. അത് നമ്മൾ സ്വാധീനിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് ഭൂമിയിൽ മാത്രമേ ജീവനുള്ളൂ എന്നാണ്. ഭൂമിയിൽ മാത്രമേ ജീവനുള്ളൂ. മനുഷ്യന് വാനനിരീക്ഷണവുമായി ബന്ധപ്പെട്ട് എത്രയോ വർഷങ്ങളായിട്ട് മനുഷ്യൻ അത് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ മേഖലയിൽ ഗവേഷണം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ അടുത്ത 2 ആഴ്ചകൾക്ക് മുമ്പാണ് നാസ ഒരു വജ്രഗ്രഹത്തെ കണ്ടെത്തിയത്. 41 പ്രകാശ വർഷം അകലെയുള്ള ഭൂമിയുടെ 8 ഇരട്ടി ഭാരമുള്ള ഒരു വജ്രഗ്രഹത്തെ കണ്ടെത്തി. എത്ര ഗ്രഹങ്ങളും ഗോളങ്ങളും ഒക്കെ പരിശോധിച്ചപ്പോഴും ഒന്നിലും ജീവനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഭൂമിയിൽ ജീവനുണ്ട്. എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്ന സമയത്ത് അവിടെയാണ് ഭൂമിയിൽ ഈ ജീവൻ നിലനിർത്താൻ പര്യാപ്തമായിട്ടുള്ള ഏറ്റവും നൈസർഗികമായിട്ടുള്ള ഒരു എനർജിയാണ്, ശേഷിയാണ്, കഴിവാണ് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ കാണാൻ കഴിയാത്തതാണ്, എന്നാൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു എനർജിയാണ്. ഇത് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ രക്തചംക്രമണ വ്യവസ്ഥയെ ബാധിക്കുന്നുണ്ട്. ശരീരത്തിൻ്റെ ഓരോ സെല്ലുകളെയും അത് സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ പരമാർത്ഥം. റൂട്ട് കോസ് ഓഫ് എനി ഡിസീസ്, ഇതൊരു എന്താണ് അസുഖങ്ങൾ വരാനുള്ള അതിന്റെ ചാലക ശക്തി, അതിന്റെ മൂല കാരണം എന്താണ്? ടുഡേ മോഡേൺ മെഡിക്കൽ സയൻസ് ഹാസ് പ്രൂവ്ഡ് that more than 90% of disease in the human body arise due to only 2 reasons. 1, lack of our blood circulation, and 2,
ലോ ലെവൽ ഓഫ് ഓക്സിജൻ ഇൻ ദ ബോഡി. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് മനുഷ്യ ശരീരത്തില് സ്വാഭാവികമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് എന്ന് മോഡേൺ സയൻസ്, മെഡിക്കൽ സയൻസ് ഇന്ന് അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഒന്ന്, നമ്മുടെ ശരീരത്തിൽ നടക്കേണ്ടതായ രക്തചംക്രമണത്തിന്റെ അപര്യാപ്തത, അതിൽ വരുന്ന ഡിസ്റ്റർബൻസ്, അതിൽ വരുന്ന കുറവ്. രണ്ട്, ശരീരത്തിൽ നിലനിൽക്കേണ്ടതായ ഓക്സിജന്റെ കുറവ്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ശരീരത്തിലുള്ള സെൽ ഡാമേജ്, പല പല വിഷയങ്ങൾ ഉണ്ടാകുന്നത്. സർക്കുലേറ്ററി സിസ്റ്റത്തിൽ വരുന്ന ഡാമേജ് ഉണ്ടാകുന്നത്, നമ്മളൊക്കെ ക്രോണിക് ഡിസീസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ മെറ്റാ ഇൻഫ്ലാമേഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്ന, നമ്മൾ സ്വാഭാവികമാണ്, ആക്സിഡന്റ് അല്ല, ആക്സിഡന്റ് ഒഴികെ, ആക്സിഡന്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഉണ്ടാകുന്ന നമ്മുടെ കുറ്റം കൊണ്ടുണ്ടാകുന്നതല്ലല്ലോ, അല്ലാതെ സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളുടെ മൂലകാരണങ്ങളിലേക്ക് പരിശോധിക്കുമ്പോൾ അതിന്റെ 90% ഈ രണ്ട് വിഷയങ്ങൾ കൊണ്ടുണ്ടാകുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിനകത്ത് കോടാനുകോടി സെല്ലുകളുണ്ട്, കോശങ്ങളുണ്ട്, കോശകലകളുണ്ട്, പിന്നെ അവയവങ്ങളുണ്ട്. 78 അവയവങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ സയൻസ് 2 അവയവങ്ങളെ, മെസൻട്രിയും അതുപോലെ തന്നെ ഇൻഡസ്റ്റീഷ്യം എന്ന് പറയുന്ന ഒരു അവയവം, 2 അവയവങ്ങൾ കൂടുതലായിട്ട് ഇപ്പോ പിന്നെ സയൻസ് കണ്ടെത്തി. അങ്ങനെ 80 ഓർഗാൻസ് ആണ് നമ്മുടെ ബോഡിയിലുള്ളത്. ഇതിന്റെയൊക്കെ നിലനിൽപ്പിന് വളരെ ആവശ്യമുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകം ഓക്സിജനാണ്. ഈ ഓക്സിജനെ ക്യാരി ചെയ്യുന്നത് നമ്മുടെ ബ്ലഡ് ആണ്, അതിനുള്ള ഹീമോഗ്ലോബിൻ ആണ്. അതുകൊണ്ട് തന്നെ പ്രാണനെ നിലനിർത്തുന്ന ഓക്സിജൻ, ഈ ഓക്സിജനെ ചലിപ്പിക്കുന്ന അല്ലെങ്കിൽ ഓക്സിജനെ സർക്കുലേറ്റ് ചെയ്യുന്ന നമ്മുടെ ബ്ലഡ്, അതിനുണ്ടാകുന്ന ഡിസ്റ്റർബൻസ്, സെല്ലുകളിലേക്ക് ഓക്സിജൻ സപ്ലൈ കുറയുകയും പ്രാണന്റെ ആ പ്രാണവായു കിട്ടാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് സെല്ലുകൾ ഡിസോർഡറിലേക്കോ, അതല്ലെങ്കിൽ സെല്ലുകൾ അകാല മൃത്യുവിലേക്കോ, അതല്ലെങ്കിൽ സെല്ലുകൾക്ക് ഘടനാപരമായ വ്യതിയാനങ്ങൾക്കൊക്കെ കാരണമാവുകയും അത് അവയവങ്ങളെ ബാധിക്കുന്നു, അത് ഓർഗൻസിനെ ബാധിക്കുന്നു, അത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുള്ള സിസ്റ്റങ്ങളെ ബാധിക്കുന്നു. നമ്മള് ഡിസോർഡറിലേക്കും ഡിസ്ഫങ്ഷനിലേക്കും ഡിസീസിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിന് നമുക്കൊരു പരിഹാരം വേണം. നമ്മുടെ ശരീരത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞ 90% വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളുടെ മൂലകാരണം സർക്കുലേറ്ററി സിസ്റ്റത്തിൽ വരുന്ന അപര്യാപ്തതയാണ്. അത് ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ക്രോണിക് ഡിസീസുകളും അതിൽ പെടും, എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളും അതിൽ പെടും. നമ്മൾ ഓരോ പേര് പറഞ്ഞ് അതിങ്ങനെ എന്താ പറയാ ഓരോന്ന് പഠിക്കേണ്ട കാര്യമില്ല, എല്ലാതും അങ്ങനെയാണ് വരുന്നത്. എല്ലാം ബ്ലഡ് റിലേറ്റഡ് ആണ്, എല്ലാം തന്നെ രക്തത്തിന്റെ ചംക്രമണവുമായി ബന്ധപ്പെട്ടിട്ടാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് രക്തചംക്രമണം പ്രോപ്പറാക്കുക എന്നുള്ളതാണ് ഒരു വ്യക്തി ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ ചെയ്യേണ്ട ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്. ഇതിന് പര്യാപ്തമായ, അതിന് അനുഗുണമായ, അതിനെ ഗുണം ചെയ്യുന്ന, അതിനെ നമ്മളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആൾട്ടർനേറ്റീവ് ഹീലിംഗ് സപ്പോർട്ടിംഗ് തെറാപ്പിയാണ് ബയോമാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്നത്. ജൈവകാന്ത ചികിത്സ എന്ന് തന്നെ പറയാൻ പറ്റും. ചികിത്സ എന്ന് പറയുന്ന സമയത്ത് പേടിക്കൊന്നും വേണ്ട, ഇതിന് മരുന്നോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ടോപ്പിക്കൽ ആപ്ലിക്കേഷനിൽ നമുക്ക് പുറമെ ഉപയോഗിച്ചുകൊണ്ട്, എക്സ്റ്റേണൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ശരീരത്തിന് ഹീലിംഗ് കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ബയോമാഗ്നറ്റിക് തെറാപ്പി. ഇത് ഇന്ന് ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങളിൽ അത് അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിന് സൈഡ് എഫക്റ്റ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരു സൈഡ് എഫക്റ്റും ഇതിന് ഇല്ല. ഇതുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് പുസ്തകങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്, ലക്ഷക്കണക്കിന് ലിങ്ക് വെബ്സൈറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. പഠിക്കാൻ ഒരുപാട് പിന്നെ മേഖലകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ പിന്നെ ഇന്ത്യയിലൊക്കെ മാഗ്നറ്റിക് തെറാപ്പിയുടെ കോഴ്സുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഒരു എന്താ പറയാ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള, നോൺ ഇൻവാസീവ് ആയിട്ടുള്ള, ശരീരത്തിന് ഹീലിംഗ് കൊടുക്കാൻ കഴിവുള്ള ഒരു സംവിധാനമാണ് ഇത്. പ്രകൃതി ജീവനത്തിന്റെ ഭാഗം കൂടിയാണ്, അത് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ പ്രകൃതി ചികിത്സയുടെ ഭാഗമായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ആയുഷ് ഒക്കെ അംഗീകരിച്ചിട്ടുള്ള ഒരു തെറാപ്പി സിസ്റ്റമാണ് മാഗ്നറ്റിക് തെറാപ്പി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ നമ്മളെ ഉൽപ്പന്നങ്ങൾ, ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പോകുമ്പോൾ അതിലെ ഏതൊക്കെ ഉൽപ്പന്നങ്ങളാണ് ഉള്ളത്, ആ ഉൽപ്പന്നങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്ന മാഗ്നറ്റ് എന്താണ്? ആ മാഗ്നറ്റ് എന്ന് പറയുന്നത് നിയോഡൈമിയ മാഗ്നറ്റ് ആണ്. നിയോഡൈമിയ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പീരിയോഡിക് ടേബിളിൽ പഠിച്ചിട്ടുള്ള ഒരു റയർ എർത്ത് മാഗ്നറ്റ് ആണ്. അതിലെ N35 ഗ്രേഡിലുള്ള മാഗ്നറ്റ് ആണ് ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇത് 2 പർപ്പസ് നമ്മുടെ ബോഡിയിൽ ചെയ്യും. ഒന്ന്, ശരീരത്തിന്റെ സർക്കുലേറ്ററി സിസ്റ്റത്തെ പ്രോപ്പർ ആക്കാൻ വേണ്ടി സഹായിക്കും. 2, ഓക്സിജൻ ലെവല് കറക്റ്റ് ആക്കാൻ വേണ്ടി സഹായിക്കും. അപ്പൊ ഇതില് ഏറ്റവും വലിയ പ്രത്യേകത 100% നാച്ചുറൽ ആണ്, സയന്റിഫിക്കലി പ്രൂവൺ ആണ്,
സീറോ സൈഡ് എഫക്റ്റ് ആണ്. ഒരു സൈഡ് എഫക്റ്റും ഇത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ചെയ്യില്ല. ഒരു കോൺട്രാഇൻഡിക്കേഷനും ഇത് നമ്മുടെ ബോഡിയിൽ ചെയ്യില്ല. നമ്മുടെ ശരീരത്തിന് ഹീലിംഗ് തരുന്നത് 2 പ്രോസസ്സിങ്ങിലൂടെയാണ്. ഞാൻ പറഞ്ഞു, ഒന്ന് സർക്കുലേറ്ററി സിസ്റ്റത്തെ പ്രോപ്പർ ആക്കുന്നു, 2 ബൈ ഡിഫോൾട്ട് ഓക്സിജൻ ലെവലിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. അപ്പൊ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 5000 ഗോസ് പവറിൽ വരുന്ന മാഗ്നറ്റ് ആണ് ഇതിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് റിസ്റ്റോഴ്സ് ഒപ്റ്റിമൽ pH ആൻഡ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്ന, അതായത് നമ്മുടെ ശരീരത്തിന്റെ ആന്തരിക ഘടന സംവിധാനത്തെയും pH-നെയും എല്ലാം തന്നെ അതിനെ ബാലൻസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്നു. ഓർഗാൻ ഫംഗ്ഷനുകളെല്ലാം തന്നെ ഹെൽത്തി ആയിട്ട് നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നു. ശരീരത്തിലെ ഇൻഫ്ലാമേഷൻ ഉണ്ടാക്കുന്ന പ്രക്രിയകളെ ഇല്ലാതാക്കുന്നു. ഡീടോക്സിഫിക്കേഷൻ പ്രക്രിയ കൂടുതൽ അത് മെച്ചപ്പെടുത്തുന്നു. മാലിന്യ നിർമ്മാർജ്ജനം, അതുപോലെ തന്നെ ഇമോഷണൽ ട്രോമാസ് എന്ന് പറയുന്ന, നമുക്ക് വൈകാരിക ആഘാതം എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ട്, ഇതിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ തന്നെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുകൾ ഈ മാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് കിട്ടുന്നുണ്ട്. ഇത് ഇംപ്രൂവ് ബ്ലഡ് സർക്കുലേഷൻ ആൻഡ് ഓക്സിജനേഷൻ, നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ ലെവലിനെയും സർക്കുലേഷനെയും പ്രോപ്പർ ആക്കാൻ സഹായിക്കുന്നു. ബോഡിയിൽ ഉണ്ടാകുന്ന ബ്ലോക്കേജുകളെ, രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന ബ്ലോക്കേജുകളെ ഒഴിവാക്കാൻ സഹായിക്കുന്നു. ഇൻഫ്ലാമേഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിന് ഒരു ഓവറോൾ വെൽബീയിങ് കൊടുക്കാൻ വേണ്ടിയിട്ടും എനർജി ലെവലിനെ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും പ്രത്യേകിച്ച് കാർഡിയോ വാസ്കുലർ പ്രൊട്ടക്ഷൻ, ഇത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് കാർഡിയോ വാസ്കുലർ പ്രൊട്ടക്ഷൻ. കാരണം ഇന്ന് കുറേ ആളുകള് പെട്ടെന്ന് മരിച്ചുകൊണ്ടിരിക്കുന്നു, അതുപോലെ തന്നെ സൈലന്റ് ഡെത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, ആകസ്മിക മരണങ്ങളൊക്കെ വളരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതെല്ലാം ബ്ലഡ് റിലേറ്റഡ് ആണ്, ഹാർട്ട് റിലേറ്റഡ് ആണ്, രക്തക്കുഴലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, ബ്ലോക്കുകളുമായി ബന്ധപ്പെട്ടിട്ടാണ്, സ്ട്രോക്ക്, അറ്റാക്ക്, ഇതെല്ലാം തന്നെ അങ്ങനെയാണ് വരുന്നത്. അപ്പോ ഇതുപോലുള്ള വിഷയങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഉൽപ്പന്നങ്ങളിലേക്ക് പോകുമ്പോൾ ഏതൊക്കെ ഉൽപ്പന്നങ്ങൾ നമുക്ക് ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുമായിട്ട് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്നാമത്തെ ഉൽപ്പന്നം, ആ ശ്രേണിയിലെ ഒന്നാമത്തെ ഉൽപ്പന്നം എന്ന് പറയുന്നത് മാട്രസ് പാഡാണ്. ബയോമാഗ്നറ്റിന്റെ മാട്രസ് പാഡും പില്ലോ പാഡുമാണ്. നമ്മൾ കിടക്കുന്ന സ്ഥലത്ത് വിരിച്ചു കൊടുത്ത് തലയ്ക്ക് വെക്കാനുള്ള പില്ലോ വെച്ച് അതിൽ കിടന്നുറങ്ങുക എന്നുള്ളതാണ്. ഒരു 6-7 മണിക്കൂർ നമ്മൾ ഇതിൽ കിടക്കുന്ന സമയത്ത് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു, നമ്മുടെ ബ്ലഡിന്റെ സർക്കുലേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കാർഡിയോവാസ്കുലർ പ്രൊട്ടക്ഷൻ അത് ചെയ്തു വരുന്നു. അപ്പോ ഹെൽപ്പ് ടു കൺട്രോൾ മൾട്ടിപ്പിൾ ബ്ലഡ് വെസൽസ് ബ്ലോക്കേജ്, അതായത് പലതരത്തിലുള്ള ചെറുതോ വലുതായിട്ടുള്ള ബ്ലോക്കേജുകൾ വരാതിരിക്കാനും വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സങ്കീർണത കുറയ്ക്കാനും അത് ഇല്ലാതാക്കാനും സഹായിക്കുന്നു. ടോപ്പ് ടു ബോട്ടം, നമ്മുടെ ശരീരത്തിന്റെ മുകൾ ഭാഗം മുതൽ താഴ്ഭാഗം വരെയുള്ള ടോട്ടൽ റിലീഫ് ഫ്രം ബോഡി പെയിൻ, ശരീരത്തിലുണ്ടാകുന്ന പെയിനുകളുടെ, വേദനകളെ കുറയ്ക്കാനും ഇൻഫ്ലാമേഷൻ റെഡ്യൂസ് ചെയ്യാനും സഹായിക്കുന്നു. കൺട്രോൾ കൊളസ്ട്രോൾ, ഹൈ BP ആൻഡ് ഡയബറ്റീസ്. ഇന്ന് കുറേ ആളുകൾക്കുള്ള പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നത് ഒരു 30 ഒക്കെ ആകുന്ന സമയത്ത് തന്നെ കൊളസ്ട്രോള്, BP, ഷുഗർ ഒക്കെ വളരെ കോമൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങൾ എന്ന പ്രശ്നങ്ങൾ, ലാക്ക് ഓഫ് സ്ലീപ്പ്, അതുപോലെ തന്നെ പിന്നെ ടെൻഷന്റെ ആധിക്യം, ഇതൊക്കെ അതിനെ ബാധിക്കുന്നുണ്ട്. പക്ഷേ ഇത് നമ്മുടെ സുഖകരമായ ആരോഗ്യമുള്ള ഒരു ജീവിതത്തെ കാർന്നു തിന്നുകയും പതിയെ പതിയെ പലതരത്തിലുള്ള സങ്കീർണത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളെ ഇല്ലാതാക്കാൻ, കുറയ്ക്കാൻ, റെഡ്യൂസ് ചെയ്യാൻ, വരാതിരിക്കാൻ ഈ ഉൽപ്പന്നം ഉപയോഗപ്പെടുത്തുന്നു. ഗുഡ് ഫോർ ബോൺ ഫ്രാക്ചർ ആൻഡ് ജോയിന്റ്, ബോണിന് വരുന്ന ഫ്രാക്ചർ, അതുപോലെ തന്നെ ജോയിന്റിന് വരുന്ന പ്രശ്നങ്ങൾ, ഇതിനൊക്കെ തന്നെ വളരെ പെട്ടെന്ന് അതിൽ നിന്ന് മോചനം നേടിത്തരാൻ വേണ്ടി സഹായിക്കുന്നു. വെരി യൂസ്ഫുൾ ഇൻ ഹെഡേക്ക്, മൈഗ്രെയിൻ, വെർട്ടിഗോ, വെരിക്കോസ് വെയിൻ, അസിഡിറ്റി ആൻഡ് തൈറോയിഡ്. അതായത് മൈഗ്രെയിൻ പോലുള്ള തലവേദനകൾ, വെർട്ടിഗോ തലചുറ്റൽ പോലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ ഇയർ ഇംബാലൻസിങ് പോലുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ ഇക്വിലിബ്രിയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതിനൊക്കെ തന്നെ വളരെ എഫക്റ്റീവ് ആണ് ഈ ഒരു ഉൽപ്പന്നം. ഒരുപാട് റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വെരി യൂസ്ഫുൾ ഫോർ സ്ലീപ്പിംഗ് ഡിസോർഡർ, ഇസ്നോംനിയ എന്ന് പറയുന്ന പ്രശ്നമുണ്ട്, ഉറക്കക്കുറവിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുന്നു. ഇംപ്രൂവ് ബ്ലഡ് സർക്കുലേഷൻ ആൻഡ് ഓക്സിജൻ ലെവൽ, നമ്മുടെ സർക്കുലേഷനെ പ്രോപ്പർ ആക്കി ഓക്സിജൻ ലെവലിനെ കറക്റ്റ് ചെയ്ത് എങ്ങനെയാണോ ശരീരത്തിൽ അത് സന്തുലനാവസ്ഥയിൽ വരേണ്ടത് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്നു എന്നുള്ളതാണ്.
ഇനി ഒന്നുള്ളത് വാട്ടർ എനർജി പാഡാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളക്കുപ്പിയുടെ മുകളിൽ റാപ്പ് ചെയ്യുന്ന ഒരു എനർജി പാഡ് ഉണ്ട്. ഇത് ഒരു അരമണിക്കൂർ വാട്ടർ ബോട്ടിലിന്റെ മുകളിൽ നമ്മൾ ചുറ്റി കഴിഞ്ഞാൽ വെള്ളം മാഗ്നറ്റൈസർ വാട്ടർ ആകുന്നു. ആ വെള്ളം പിന്നെ കുടിക്കുന്ന സമയത്ത് ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ഡെൻസിറ്റി കുറയുന്നു എന്നുള്ളതാണ്. ആ വെള്ളം നമ്മൾ കുടിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ബോഡി ക്വിക്കലി ഹൈഡ്രേറ്റഡ് ആകുന്നു. ഡീഹൈഡ്രേഷൻ മാറി ഹൈഡ്രേറ്റഡ് ആകുന്നു. ഹൈഡ്രേറ്റഡ് ബോഡിയിൽ മെറ്റാബോളിസം നോർമൽ ആകും എന്നുള്ളതാണ് സയൻസ്. അപ്പോൾ മെറ്റാബോളിസം നോർമൽ ആകാൻ വേണ്ടി സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മുറിവുകളൊക്കെ, വൂൺസുകള്, ഇതിനൊക്കെ തന്നെ പെട്ടെന്ന് ക്വിക്കായിട്ട് അത് ഉണങ്ങാൻ വേണ്ടി സഹായിക്കുന്നു. രണ്ടു തരത്തില് അത് നമുക്ക് അതുകൊണ്ട് കഴുകാം, അതുപോലെ തന്നെ അത് ഉള്ളിലേക്ക് കുടിക്കാനും കഴിയുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് ഹീലിംഗ് തരാൻ വേണ്ടി അത് സഹായിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ ടു റിമൂവ് ബാഡ് ഓഡർ എന്ന് പറഞ്ഞാൽ ബോഡിക്ക് ഉണ്ടാകുന്ന ദുർഗന്ധങ്ങൾ അതിനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. വേർപ്പിന്റെ പിന്നെ മണമൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ബോഡി എപ്പോഴൊക്കെയാണോ ഡീഹൈഡ്രേറ്റഡ് ആകുന്നത് ഈ സമയത്തൊക്കെയാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കൂടുന്നത്. അപ്പൊ പെട്ടെന്ന് ഹൈഡ്രേറ്റഡ് ആകുന്നു. ശരീരത്തിന്റെ ഉള്ളിലുള്ള മാലിന്യങ്ങൾ, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ബയോകെമിക്കൽ ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ജൈവരാസപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ രാസപ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന രാസമാലിന്യങ്ങളൊക്കെ നമ്മുടെ ശരീരം തന്നെ പുറന്തള്ളും. അതിനെ വേർപ്പ്, യൂറിൻ മോഷൻ ഇതുപോലുള്ള സിസ്റ്റത്തിലൂടെയാണ് പുറന്തള്ളുന്നത്. അത് കാര്യക്ഷമമാക്കും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ബോഡി പ്യുവർ ആകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സിംഗ് വളരെ കാര്യക്ഷമമാക്കുന്നു. അതുപോലെ തന്നെ ഹെർട്ട് ഡിസീസിനെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഇത് എങ്ങനെ സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് കുറയുന്ന സമയത്ത് രക്തത്തിലുള്ള വെള്ളത്തിന്റെ അളവും കുറയുന്നു. രക്തത്തിൽ വെള്ളത്തിന്റെ അളവ് കുറയുന്ന സമയത്ത് ബ്ലഡിന് വിസ്കോസിറ്റി കൂടും, കട്ടി കൂടും. ഈ സമയത്ത് ബ്രെയിനിന്റെ നിർദ്ദേശപ്രകാരം ഹാർട്ട് കൂടുതൽ സ്ട്രെയിൻ ചെയ്യും, പ്രഷറിൽ അടിക്കും. ഇത് ഹാർട്ട് ഡിസീസിന് കാരണമാകുന്നു, കാർഡിയോ വാസ്കുലർ ഡിസീസിന് കാരണമാകുന്നുണ്ട്. അപ്പോ കൃത്യമായ ശരീരഭാരത്തിനനുസരിച്ച് വെള്ളം കുടിക്കുക എന്നൊരാൾ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹാർട്ട് ഡിസീസുകൾ വരാതിരിക്കാൻ, കാർഡിയോ വാസ്കുലർ പ്രൊട്ടക്ഷന് വേണ്ടി അത് സഹായകരമാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് കറക്റ്റായിട്ട് നമ്മൾ ഈ വെള്ളം കുടിക്കാൻ വേണ്ടി ശീലിക്കുക. അതുപോലെ തന്നെ ഓക്സിജൻ ലെവലിനെ കറക്റ്റ് ചെയ്യാനാണ്. നമുക്കറിയാം വെള്ളത്തിനകത്ത് 2 ഹൈഡ്രജനും ഓക്സിജനും ആണ് ഉള്ളത്. അപ്പോ H2O, അപ്പൊ അതിനകത്ത് ഓക്സിജൻ ഉണ്ട്. നമ്മൾ ഈ വെള്ളം നോർമൽ വാട്ടർ കുടിക്കുമ്പോഴാണ് ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നത്. അപ്പൊ നോർമൽ വാട്ടർ മാഗ്നറ്റൈസ് ചെയ്ത് കുടിക്കുമ്പോൾ അതിന്റെ ഡെൻസിറ്റി കുറയുന്നു. ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ നമ്മൾ കുടിക്കുമ്പോൾ റിച്ച് ഓക്സിജൻ നമ്മുടെ ബോഡിക്ക് കിട്ടുന്നു. അത് നമ്മുടെ സെല്ലുകളെ ആക്റ്റീവ് ആക്കാൻ വേണ്ടി സഹായിക്കുന്നു. പിന്നെ അസിഡിറ്റി പ്രോബ്ലം കുറെ ആളുകൾക്കുള്ള ഒരു പ്രശ്നമാണ്. 10ൽ 8 ആളുകൾക്ക് കുടൽ പ്രശ്നങ്ങളും അസിഡിറ്റിയുടെ പ്രശ്നങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞു. റിഫ്ലക്സ് പ്രോബ്ലം ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ ആ അസിഡിറ്റി കുറയ്ക്കാൻ ഈ മാഗ്നറ്റൈസർ വാട്ടർ ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാഗ്നറ്റൈസർ വാട്ടർ കുടിക്കുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയ ഒന്നാണ് ഈ ചെസ്റ്റ് പെയിൻ, നെഞ്ഞെരിച്ചൽ, അസിഡിറ്റി, ഗ്യാസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ. പിന്നെ അതുള്ള സ്റ്റൊമക്ക് അൾസർ, ആമാശയ വ്രണങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കുന്നു. പനിയുള്ള സമയത്ത് അത് പെട്ടെന്ന് ക്വിക്കായിട്ട് റിക്കവറി ആകുന്നതിന് വേണ്ടി മാഗ്നറ്റൈസർ വാട്ടർ വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. പിന്നെ ഡൈജഷനെ പ്രോപ്പർ ആക്കാൻ വേണ്ടി സഹായിക്കുന്നു. ജോയിന്റുകൾ, ബോൺസ് ആൻഡ് ജോയിന്റ്, അതിനെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി സഹായിക്കുന്നു. അപ്പൊ ജോയിന്റ് പെയിൻ ഒക്കെ ഉള്ള ആളുകളൊക്കെ മാഗ്നറ്റൈസ്ഡ് വാട്ടർ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് അതുകൊണ്ടാണ് പെട്ടെന്ന് ഈ മസിൽ പെയിന്, ജോയിന്റ് പെയിനുകളൊക്കെ കുറഞ്ഞു പോകുന്നത്. പെയിനുകളൊക്കെ വേഗം കുറയാനുള്ള കാരണം നമ്മുടെ ബോഡിക്ക് സഫീഷ്യന്റ് വാട്ടർ കിട്ടുന്ന സമയത്താണ്. പിന്നെ ഒന്നുള്ളത് നമ്മുടെ എനർജി ലെവൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. എനർജി ബൂസ്റ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നു. സാധാരണ വെള്ളം കുടിച്ചാൽ കിട്ടുന്ന എനർജി ലെവലിനേക്കാൾ ഒരു 6 ഇരട്ടി എനർജി ലെവൽ നമ്മൾ ഈ മാഗ്നറ്റിന്റെ വാട്ടർ എനർജി പാഡ് യൂസ് ചെയ്ത വെള്ളം ഉപയോഗിച്ചാൽ കിട്ടുന്നുണ്ട്. പിന്നെ ചെടികളുടെ നല്ല വളർച്ചയ്ക്ക്, അതുപോലെ പെറ്റ്സിന് അവരുടെ ആരോഗ്യത്തിനൊക്കെ തന്നെ വാട്ടർ എനർജി പാഡിലെ വെള്ളം ഉപയോഗപ്പെടുത്താൻ പറ്റും. അതുപോലെ ലിവർ ഡിസീസുകളെ കുറയ്ക്കുന്നതിന് ലിവർ ഡിറ്റോക്സിഫിക്കേഷൻ വളരെ കാര്യക്ഷമമായി നടത്തും. അതാണ് നമ്മൾ ശരീരത്തിന്റെ ഭാരത്തിനനുസരിച്ച് വെള്ളം കുടിക്കണം എന്ന് പറയുന്നത്. അപ്പൊ ലിവറിനകത്ത് ഒരുപാട് ടോക്സിൻ അക്യുമുലേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉള്ള ഒരു ഓർഗാൻ കൂടിയാണ്. അപ്പൊ അവിടെ നിന്ന് ടോക്സിനെ റിമൂവ് ചെയ്യുന്ന സമയത്ത് ലിവർ ക്ലെൻസിങ് നടക്കുകയും ലിവർ ഹെൽത്തി ആയിട്ട് മാറുകയും ചെയ്യുന്നു. അതുപോലെ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. പിന്നെ മൈഗ്രെയിൻ, തലവേദന ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. ആങ്സൈറ്റി, ഉത്കണ്ഠ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഇതുകൂടാതെ നമുക്ക് ബയോമാഗ്നറ്റിന്റെ വേറെ 2 പ്രൊഡക്റ്റുകൾ ഉണ്ട്. അതൊന്ന് ബ്രേസ്ലെറ്റ് ആണ്, മറ്റൊന്നുള്ള റിസ്റ്റ് ബാൻഡ് ആണ്. റിസ്റ്റ് ബാൻഡ് അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ്,
ഇത് നമ്മളിപ്പോ രാത്രി സമയത്താണ് മാട്രസ് പാഡ് ഒക്കെ ഉപയോഗിക്കുക. വെള്ളം നമ്മൾ ആവശ്യ സമയത്ത് നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ ബ്രേസ്ലെറ്റും റിസ്റ്റ് ബാൻഡും അത് നമുക്ക് എല്ലാ സമയവും കെട്ടാവുന്നതാണ്. ഡേ സമയങ്ങളിലൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ എഫക്ട് തന്നെയാണ് ഇതിനുള്ളത്. സർക്കുലേഷൻ പ്രോപ്പർ ആകുന്നു, ഓക്സിജൻ ലെവൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു, പെയിൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു, BP നോർമൽ ആക്കാൻ സഹായിക്കുന്നു. ലോ BP ഉള്ള ആളുകളാണെങ്കിൽ റിസ്റ്റ് ബാൻഡ് ഇടത് കൈയിലും, IBPയും നോർമൽ BP ഉള്ള ആളുകളാണെങ്കിൽ വലത് കൈയിലും കിട്ടുന്നത് കൂടുതൽ ഫലം കണ്ടുവരുന്നുണ്ട്. അപ്പൊ അത് എപ്പോഴും നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് നമ്മുടെ ശരീരത്തിന് ഇത് ഗുണം ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ആകസ്മികമായുള്ള കുഴഞ്ഞു വീണ മരണങ്ങൾ, സഡൻ ഡെത്തുകള്, സൈലന്റ് ഡെത്തുകള്, ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഇതെല്ലാം ബ്ലഡ് റിലേറ്റഡ് ആണ്. അതിനെല്ലാം തന്നെ ഒന്ന് കുറയ്ക്കുന്നതിനും അതിന്റെ സങ്കീർണത കുറയ്ക്കുന്നതിനും അല്ലെങ്കിൽ വരാതിരിക്കുന്നതിനും പ്രിവെൻഷന് വേണ്ടിയിട്ടൊക്കെ തന്നെ ഇത് ഗുണം ചെയ്യുന്നുണ്ട്. പിന്നെ തൈറോയിഡിന് അതിഗംഭീരമായ റിസൾട്ട് നമ്മുടെ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ ഇഷ്ടംപോലെ ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അസിഡിറ്റി, കോൺസ്റ്റിപ്പേഷന്റെ പ്രശ്നങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. അങ്ങനെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മുടെ ശരീരത്തിനുണ്ട്. ആ കഴിവിനെ ഉദ്ദീപിപ്പിക്കുന്നു. അങ്ങനെയാണ് നടക്കുന്നത്. ഹീലിംഗ് കൊടുക്കുന്നു. അപ്പോ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ സ്ക്ലറോസിസ്, അനീമിയ പോലുള്ള പ്രശ്നങ്ങള്, ഹിമറോയിഡ്സ്, പൈൽസിന്റെ പ്രശ്നങ്ങൾ, കിഡ്നി സ്റ്റോൺ, ഗാൾ ബ്ലാഡർ സ്റ്റോണ്, ഫംഗൽ ഇൻഫെക്ഷനുകള്, BP-യുടെ വേരിയേഷനുകള്, ഹാർട്ട് അറ്റാക്ക് പ്രശ്നങ്ങൾ, ഇതിനൊക്കെ തന്നെ ഇതിനെന്ന് മാത്രമല്ല എല്ലാ ക്രോണിക് ഡിസീസുകളും ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾക്കും ഒക്കെ തന്നെ വരാതിരിക്കാനും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പതിയെ പതിയെ മോചനം തേടാനും നേടിയെടുക്കാനും ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ സഹായിക്കുന്നുണ്ട്. അടുത്തൊരു സെഗ്മെന്റ് എന്ന് പറയുന്നത് ഇന്ന് നമ്മളുടെ സൺഡേ സൂമില് ഞാൻ പറഞ്ഞു വൈൽഡ് ബെറി എലിക്സറിനെ കുറിച്ചിട്ട് പറയുന്നു എന്ന് പറയുന്നു. അത് ന്യൂട്രാസ്യൂട്ടിക്കയിൽ വരുന്ന വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഒരു ഹെൽത്ത് ജ്യൂസ് ആണ്. അതാണ് അതിന്റെ പ്രത്യേകത. ജ്യൂസ് കുടിക്കാൻ നമുക്കൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട്. അപ്പൊ സമ്പൂർണമായ ഹെൽത്ത് തരുന്ന ഒരു ജ്യൂസ്. അപ്പൊ അതിനകത്ത് എന്തൊക്കെ ചേർന്നിട്ടുണ്ട്, അതിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്? ഇത് മെഡിസിൻ ഒന്നല്ല. ഇത് നമ്മളിപ്പോ ഓറഞ്ച് ജ്യൂസ് കഴിക്കുന്നു, മൊസംബി ജ്യൂസ് കഴിക്കുന്നു, പോംഗ്രാനൈറ്റ് ജ്യൂസ് കഴിക്കുന്നു, പല ജ്യൂസുകൾ നമ്മൾ കഴിക്കാറുണ്ട്. അതിനകത്ത് റിച്ച് വൈറ്റമിൻസ്, മിനറൽസ്, ആന്റി ഓക്സിഡന്റുകൾ എല്ലാം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ കഴിക്കുന്നത് നമ്മുടെ സെല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ഓർഗാൻസിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ സിസ്റ്റങ്ങൾ പെർഫെക്ഷനിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുണ്ട്. അപ്പൊ ഓൾ ഓവർ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കുന്നത്. പക്ഷെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ വൈറ്റമിൻസും ഒക്കെ ഇതിൽ അടങ്ങിയിട്ട് നമ്മൾ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂട്രീഷണൽ ഫുഡിലൊക്കെ ഉണ്ടോ എന്നുള്ളത് പറയാൻ കഴിയില്ല. കുറവാവാനാണ് ചാൻസ് ഉള്ളത്. അപ്പൊ നമുക്ക് സമ്പൂർണമായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ്. ഇതൊന്നും തന്നെ മരുന്നുകളല്ല, ഒക്കെ ഹെൽത്ത് സപ്ലിമെന്റുകളാണ്. ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറഞ്ഞാൽ പ്രകൃതിദത്തമായിട്ട് നമ്മുടെ ആരോഗ്യ പരിപാലനം, അതുപോലെ തന്നെ പിന്നെ രോഗപ്രതിരോധം, അതുപോലെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നുള്ള മോചനം, ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ന്യൂട്രാസ്യൂട്ടിക്കൽ ഉപയോഗിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത്. പക്ഷെ അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് കെമിക്കൽ സോഴ്സ് ആണ്. അത് കെമിക്കൽ കോമ്പൗണ്ട് സോഴ്സുകളാണ്. ഇത് നാച്ചുറൽ കോമ്പൗണ്ട് ആണ്, പ്രകൃതിദത്തമാണ്, ഹെർബുകളാണ്. അതുകൊണ്ട് തന്നെ ഇതിന് സൈഡ് എഫക്റ്റും ഇല്ല എന്നുള്ളതാണ്. അതിൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വൈൽഡ് ബെറി എന്ന് പറയുന്ന ഒരു എലിക്സയർ ആണ്. വൈൽഡ് ബെറി ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വെൽനസ് ഡ്രിങ്ക് ആണ്. സൂപ്പർ ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള ഒരു വെൽനസ് ഡ്രിങ്ക് ആണ് വൈൽഡ് ബെറി എലിക്സർ എന്ന് പറയുന്നത്. കൊച്ചു കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും കഴിക്കാം. നമുക്ക് ഒരു 30 മില്ലി ഒക്കെ കഴിക്കാം. കൂടുതലൊക്കെ വേണ്ട ആളുകൾക്കാണെങ്കിൽ കുറച്ചുകൂടി അളവിലൊക്കെ കൂടുതൽ കഴിക്കാം. നമുക്കൊരു ജ്യൂസ് ആയിട്ട് ഇത് കഴിക്കുന്നതോടുകൂടി ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. വൈൽഡ് ബെറി എലിക്സർ 100% നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. കംപ്ലീറ്റ് ഒരു ഫുഡ് സപ്ലിമെന്റ് ആണ്. അൾട്ടിമേറ്റ് ആന്റി ഓക്സിഡന്റ് ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ആന്റി ഓക്സിഡന്റ് എന്ന് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന സമയത്ത് കുറെ ആളുകൾക്ക് മനസ്സിലാകാത്ത ഒരു വേർഡ് കൂടിയായിരിക്കും ആന്റി ഓക്സിഡന്റ് എന്താണ് എന്നുള്ളത്. അതായത് ആന്റി ഓക്സിഡന്റുകൾ എന്ന് പറഞ്ഞാൽ മലയാളം നിരോക്സീകാരികൾ എന്നാണ്. ഓക്സീകരണത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഘടകങ്ങളാണ് നിരോക്സീകാരികൾ എന്ന് പറയുന്നത്. ഓക്സീകരണ നിമിത്തം നമ്മുടെ ശരീരത്തിലുള്ള സെല്ലുകൾക്ക് പല ഡാമേജും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതായത് നമ്മുടെ സെല്ലുകൾക്കകത്ത് ഇലക്ട്രോണുകൾ ഇങ്ങനെ പെയറുകളായിട്ടാണ് നിലനിൽക്കുന്നത് പല കാരണങ്ങൾ കൊണ്ട്. ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഇങ്ങനെ കുറച്ച് ടെക്നിക്കൽ വേർഡുകളാണ്. അതിൽ കേട്ടിട്ട് പ്രയാസപ്പെടുന്നു വേണ്ട, വിഷമിക്കൊന്നും വേണ്ട. ഈ ഓക്സിജന്റെ സമ്പർക്കം മൂലമുണ്ടാകുന്ന ഡാമേജ് അങ്ങനെ കരുതിയാൽ മതി. അപ്പൊ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൊണ്ട് സെല്ലുകളിലുള്ള
ഇലക്ട്രോണുകൾ പെയറുകൾ അതിൽ നിന്ന് ഇലക്ട്രോൺ പെയറുകളായിട്ടാണ്, അങ്ങനെ ജോഡി ജോഡിയായിട്ടാണ് ഉണ്ടായിരിക്കുക. ഈ ഇലക്ട്രോണുകൾ പല കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെടുകയും ഒരു സെല്ലിന്റെ ഘടന മാറുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഫ്രീ റാഡിക്കൽ എന്നൊക്കെ പറയുന്നത്. സെല്ലിന്റെ ഘടന മാറിയിട്ടല്ല, ഓരോ സെല്ലുകളും അതിന്റെ ധർമ്മം ചെയ്യാനുണ്ട്, ആ സെല്ല് അതിന്റെ ധർമ്മം ചെയ്യാതെ വരും. മാത്രമല്ല ഈ പുറംചാടി പോയിട്ടുള്ള ഇലക്ട്രോണുകൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൊണ്ട് ഫ്രീ റാഡിക്കൽ ആയിട്ടുള്ള സെല്ലുകളെ, പ്രാന്തൻ കോശങ്ങൾ അല്ലെങ്കിൽ ധർമ്മം ചെയ്യാത്ത കോശങ്ങൾ മറ്റ് സെല്ലുകളെയും ആക്രമിക്കുകയും അല്ലെങ്കിൽ അതിന്റെ ഘടന മാറ്റുകയൊക്കെ ചെയ്യും. ഇതൊക്കെയാണ് പിന്നീട് ക്യാൻസർ ഒക്കെ ആയിട്ട് മാറുന്നത്. അപ്പോ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൊണ്ടുണ്ടാകുന്ന ഡാമേജിനെ പരിഹരിക്കാൻ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ആന്റി ഓക്സിഡന്റുകൾ എന്ന് പറയുന്ന ഒരു സാധനം ചെല്ലണം. നിരോക്സികാരികൾ എന്ന് പറയുന്ന സാധനം ചെല്ലുമ്പോ അത് ഏറ്റവും കൂടുതലുള്ളത് നിങ്ങൾക്ക് ഇവിടെ റൈറ്റിൽ കാണാൻ പറ്റും, ഫ്രൂട്ട്സുകളിലാണ് ഏറ്റവും കൂടുതൽ ആന്റി ഓക്സിഡന്റുകൾ ഉള്ളത്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഈ രോഗമൊക്കെ വന്ന് കിടക്കുന്ന അല്ലെങ്കിൽ അവശതയിലൊക്കെ കിടക്കുന്ന ആളുകളെ സന്ദർശിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ഫ്രൂട്ട്സ് ആയിട്ടാണ് പോകുന്നത്. അത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഫ്രൂട്ട്സുകളിൽ ആന്റി ഓക്സിഡന്റ് ഉണ്ട്. ആന്റി ഓക്സിഡന്റുകൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരീരത്തിന് പ്രതിരോധ ശേഷി കൊടുക്കാനും ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ ഇല്ലാതേക്കാനും ഓക്സീകരണത്തിനെതിരെ പ്രവർത്തിക്കാനും സെല്ലുകളെ കൂടുതൽ ആക്റ്റീവ് ആക്കാനൊക്കെ അത് സഹായിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഫ്രൂട്ട്സുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആന്റി ഓക്സിഡന്റുകൾ നമുക്ക് കിട്ടുന്നത്. പക്ഷെ നമുക്ക് ഇന്നിപ്പോ എല്ലാ ഫ്രൂട്ട്സുകളും കഴിക്കാൻ നമുക്ക് കഴിയുന്നില്ല, അതിനുള്ള സാമ്പത്തികം പല ആളുകളെ അനുവദിക്കുന്നില്ല, ഏതൊക്കെ കഴിക്കണം എന്ന് നമുക്കറിയില്ല. അപ്പോ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റുകൾ ഉള്ള ഫ്രൂട്ട്സുകളിൽ നിന്ന് അല്ലെങ്കിൽ ഹെർബുകളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരു സമ്മിശ്രണമാണ്, ഒരു എലിക്സയർ ആണ് വൈൽഡ് ബെറി എലിക്സയർ എന്ന് പറയുന്നത്. അപ്പോ സെൽ ഡാമേജ് കുറയ്ക്കുന്നു. ഇതാണ് ഇത്ര മനസ്സിലാക്കിയാൽ മതി. സെല്ലുകളുടെ ഡാമേജ് കുറയ്ക്കുന്നു. പ്രാന്തൻ കോശങ്ങളെ അതല്ലെങ്കിൽ ഘടന മാറിയ കോശങ്ങളെ അല്ലെങ്കിൽ ഉപദ്രവം ചെയ്യുന്ന കോശങ്ങളെ അവയ്ക്ക് നഷ്ടപ്പെട്ട ഇലക്ട്രോണുകളെ സപ്ലൈ ചെയ്തുകൊണ്ട് ആ ഇലക്ട്രോൺ പെയേഴ്സിനെ കറക്റ്റ് ആക്കി ആ സെല്ലിന്റെ ഘടനയെ നോർമലാക്കാൻ വേണ്ടി ആന്റി ഓക്സിഡന്റുകൾക്ക് കഴിയും. അങ്ങനെ വളരെ സമ്പുഷ്ടമായിട്ടുള്ള വളരെ സമൃദ്ധിയിലുള്ള ആന്റി ഓക്സിഡന്റുകളുടെ ഒരു സമ്മേളനമാണ് നമ്മുടെ എലിക്സയറിലുള്ള വൈൽഡ് ബെറി എലിക്സയറിലുള്ളത്. അപ്പൊ ഇതിൽ എന്തൊക്കെ ബെറീസ് ആണ്, എന്തൊക്കെ ഫ്രൂട്ട്സുകളാണ്, എന്തൊക്കെ ഘടകങ്ങളാണ് ഇതിനകത്ത് ചേർന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തത് അക്കൈബെറി എന്ന് പറയുന്ന, അസൈബെറി എന്ന് പറയും, അക്കായ്ബെറി എന്ന് പറയും. ഇതൊരു ബെറിയാണ്. ബെറീസിലാണ് ഏറ്റവും കൂടുതൽ ആന്റി ഓക്സിഡന്റ് ഉള്ളത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ബെറീസുകളിൽ ഫ്രൂട്ട്സുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ബെറീസ് ഇതിനകത്തുണ്ട്. അക്കായ്ബെറി എന്ന് പറയുന്ന ഒരു ബെറി ഉണ്ട്. ഇത് ആന്റി ഓക്സിഡന്റ് സമൃദ്ധിയായിട്ട് ഇതിനകത്തുണ്ട്. നമ്മുടെ മെന്റൽ ഫങ്ഷൻ ഒക്കെ കൂടുതൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കും, എനർജിയെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും, അതുപോലെ ഇറിറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും, ഡൈജഷൻ പ്രോപ്പർ ആക്കാൻ വേണ്ടി സഹായിക്കും, വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും, ബ്രെയിൻ ഫങ്ഷന് കൂടുതൽ വളരെ നല്ലതാണ്, അതുപോലെ തന്നെ ഹാർട്ടിന് വളരെ നല്ലതാണ്, അതുപോലെ തന്നെ പിന്നെ ആന്റി ക്യാൻസർ എഫക്റ്റ് ഇതിലുണ്ട്, കൊളസ്ട്രോൾ ലെവലിനെ നോർമൽ ആക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഇങ്ങനെ കുറെ ഗുണങ്ങൾ അക്കൈബെറിക്ക് മാത്രമുണ്ട്. അടുത്തതിലൊരു ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ബ്ലാക്ക് ബെറിയാണ്. ഇതെല്ലാം ബെറീസ് എന്ന് പറയുന്ന ഫ്രൂട്ട്സുകളുടെ ഇടയിലാണ് വരുന്നത്. അപ്പോ ബ്ലാക്ക് ബെറി എന്ന് പറയുന്ന ബ്ലാക്ക് ബെറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വൈറ്റമിൻ സി റിച്ച് ആണ് ഇതിനകത്ത്. വൈറ്റമിൻ സി എന്തിനു വേണ്ടിയിട്ടാണ് കഴിക്കുന്നത്? പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും. പ്രത്യേകം പറയുകയാണെങ്കിൽ ഇപ്പോ നമ്മളറിയാം ഈ വൈറൽ അറ്റാക്കുകളൊക്കെ വരാറുണ്ട്, പകർച്ചപ്പനികള്, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ വരാറുണ്ട്. ഇപ്പൊ കൊറോണയൊക്കെ അതിൽ പെടുന്ന ഒന്നാണ്, വൈറൽ അറ്റാക്കിൽ വരുന്നതാണ്. അപ്പോ ഇതിനൊക്കെ പ്രതിരോധിക്കുന്ന സംവിധാനം നമ്മുടെ ശരീരത്തിലുണ്ട് ആൾറെഡി. അതിനെ ഉദ്ദീപിപ്പിക്കുന്ന, അതിനെ കൂടുതൽ മെച്ചപ്പെടുത്തുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. അപ്പൊ വൈറ്റമിൻ സി റിച്ച് ആണ് ഇതിനകത്ത്. അതുപോലെ തന്നെ ഫൈബർ കണ്ടന്റ് ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ദഹനം, ഡൈജഷൻ ഒക്കെ വളരെ നന്നായിരിക്കും. വൈറ്റമിൻ കെ വളരെ കൂടുതൽ ഇതിനകത്തുണ്ട്. അതുപോലെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇത് സഹായിക്കുന്നു. ഓറൽ ഹെൽത്തിന് വളരെ നല്ലതാണ്. നമ്മുടെ വായക്കകത്ത് ഉണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഓറൽ ഹെൽത്തിന് വളരെ നല്ലതാണ് ഈ ബ്ലാക്ക് ബെറി എന്ന് പറയുന്ന. പിന്നുള്ളത് ബ്ലൂബെറിയാണ്. ഇതെല്ലാം ബെറീസ് ആണ്. ബ്ലൂബെറി എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റ് ഉണ്ട്. ഇത് സൂപ്പർ ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ആണ്. ഫൈബർ കണ്ടന്റ് ഇതിനകത്തുണ്ട്. ഡൈജഷൻ വളരെ നല്ലതാണ്. ഓൾ വൈറ്റമിൻസ് ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ കരോട്ടിൻ എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ഉണ്ട്. കരോട്ടിൻ നമ്മുടെ കണ്ണിന്റെ ഒക്കെ കാഴ്ചക്ക് വളരെ നല്ലതായിട്ടുള്ള ഒരു പിന്നെ വസ്തുവാണ് കരോട്ടിൻ. ആ കരോട്ടിൻ ഇതിനകത്തുണ്ട്. പിന്നെ ഹാർട്ടിന്റെ ഹെൽത്തിന് വളരെ നല്ലതാണ് ബ്ലൂബെറി എന്ന് പറയുന്നത്.
മറ്റൊന്നുള്ളത് എൽഡർ ബെറീസ് എന്ന് പറയുന്ന ഒരു ബെറിയാണ്. ഇതൊക്കെ ബെറീസുകളാണ്. ഇത് കോഗ്നിറ്റീവ് ഫംഗ്ഷന് വളരെ നല്ലതാണ്, ഡൈജസ്റ്റീവ് ഹെൽത്തിന് വളരെ നല്ലതാണ്. അതായത് പിന്നെ കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ ബെറ്റർ ആണ്. ദഹനം വളരെ നന്നായിട്ട് നടക്കുന്നു. ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടിയാണ്. ഇതിലെല്ലാം ആന്റി ഓക്സിഡന്റ് ഉണ്ട്. ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ആന്റി ഇൻഫ്ലാമേറ്ററി എഫക്റ്റ്, ശരീരത്തിലുണ്ടാകുന്ന ഇൻഫ്ലാമേഷൻ റെഡ്യൂസ് ചെയ്യാൻ, രോഗകാരണങ്ങളെ ഇല്ലാതെക്കാൻ, നീർക്കെട്ടുകളെ ഇല്ലാതെക്കാനൊക്കെ സഹായിക്കുന്നു എൽഡർബെറി. പിന്നെ ഉള്ളത് ചെറിയാണ്. ചെറി നമുക്കൊക്കെ അറിയാം, നമ്മുടെയൊക്കെ നാട്ടിൽ ഇഷ്ടം പോലെയുള്ള ഒരു ബെറീസിന്റെ ഇനത്തിൽ വരുന്ന ഒരു ഫ്രൂട്ടാണ് ചെറി എന്ന് പറയുന്നത്. അപ്പൊ ഇത് നല്ല ഉറക്കം കൊടുക്കാൻ സഹായിക്കുന്നു, സ്ട്രോക്ക് വരാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്നു, ഇൻഫ്ലാമേഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു, BP നോർമൽ ആക്കാൻ വേണ്ടി സഹായിക്കുന്നു, വെയിറ്റ് ലോസിന് വളരെ നല്ലതാണ്, അൽഷിമേഴ്സ് ഡിമെൻഷ്യ പോലുള്ള മറവി രോഗങ്ങൾ വരാതിരിക്കാൻ നല്ലതാണ്, ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യുന്നു, മസിൽ പെയിൻ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു, ബ്രെയിൻ ഫംഗ്ഷൻ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി സഹായിക്കുന്നു, അതുപോലെ തന്നെ സെക്ഷൽ ലൈഫ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് പവർ കൂട്ടുന്നതിന് വേണ്ടി സഹായിക്കുന്നു ചെറി. പിന്നുള്ളത് റാസ്ബെറി എന്ന് പറയുന്ന ഒരു ബെറിയാണ്. ഇത് ഹാർട്ടിന്റെ ഹെൽത്ത് നല്ലതാണ്, സ്കിന്നിന് നല്ലതാണ്. സ്കിന്നൊക്കെ വളരെ എന്താ പറയുക, ആന്റി ഏജിങ് എഫക്റ്റിൽ നിലനിൽക്കാനും ഒക്കെ തന്നെ വളരെ നല്ലതാണ്. വെയിറ്റ് മാനേജ്മെന്റിന് ഇത് ഉപയോഗപ്പെടുന്നു. ആന്റി ഓക്സിഡന്റ് റിച്ച് ആണ് ഇതിനകത്ത്. ഫൈബർ കണ്ടന്റ് ഉണ്ട്. ഫൈബർ കണ്ടന്റ് ഉണ്ടാകണം എന്ന് പറയുന്നത്, ഫൈബർ ഉണ്ടെങ്കിലാണ് നമുക്ക് ദഹനം, മോഷനൊക്കെ കറക്റ്റ് ആയിട്ട് പോകുള്ളൂ. ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വളരെ നല്ലതാണ് റാസ്ബെറി. പിന്നെ എന്നുള്ളത് ജോജിബെറി എന്ന് പറയുന്നതാണ്. ജോജിബെറി ഹൈ റിച്ച് ആന്റി ഓക്സിഡന്റ് ആണ്, റിച്ച് ന്യൂട്രീഷൻസ് ഇതിനകത്തുണ്ട്, ഇമ്മ്യൂണി സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ നല്ലതാണ്, കണ്ണിന്റെ കാഴ്ചക്ക്, കണ്ണിന്റെ ഹെൽത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഓവറോൾ വെൽബീയിങ്, നമ്മുടെ ജനറൽ ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിന്റെ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ജോജിബെറി എന്ന് പറയും. പിന്നെയുള്ള ക്രാൻബെറിയാണ്. ക്രാൻബെറി ഇന്ന് ഒരുപാട് അലോപ്പതി മെഡിസിന് പോലും ഈ ക്രാൻബെറി ഉപയോഗപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് ഇത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പോലുള്ള പ്രശ്നങ്ങൾ, UTI പ്രശ്നങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ, അണുബാധ, ഇതിനൊക്കെ തന്നെ ഇന്ന് ക്രാൻബെറി വളരെ കോമൺ ആയിട്ട് പോപ്പുലർ ആയിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് UTI പ്രോബ്ലം, ഈ യൂറിനുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫെക്ഷൻ, മൂത്രാശയ രോഗങ്ങൾ, മൂത്ര തടസ്സം, അണുബാധ, ഇതിനൊക്കെ തന്നെ ക്രാൻബെറി വളരെ എഫക്റ്റീവ് ആണ്. സ്റ്റൊമക് അൾസർ, ആമാശയ പിന്നെ വ്രണങ്ങളെ ഇല്ലാതാക്കുന്നു. ഇൻഫ്ലുവൻസ പോലുള്ള പിന്നെ പനി, വൈറൽ ഇൻഫെക്ഷനുകളൊക്കെ തന്നെ ഇല്ലാതാക്കുന്നു. ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യുന്നു. കാർഡിയോവാസ്കുലർ പ്രൊട്ടക്റ്റീവ് ആണ്. കാർഡിയോവാസ്കുലർ ഡിസീസിനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ കാവിറ്റീസ് ഓർ ഗം ഡിസീസ്, പല്ലിനുണ്ടാകുന്ന, മോണയ്ക്കുണ്ടാകുന്ന കാവിറ്റീസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നു. ഡയബറ്റീസിന് വളരെ നല്ലതാണ് ക്രാൻബെറി. പിന്നുള്ളത് ബ്ലാക്ക് കറന്റ് എന്ന് പറയുന്നതാണ്. ബ്ലാക്ക് കറന്റിന്റെ പ്രത്യേകത വൈറ്റമിൻ C സമ്പുഷ്ടമാണ്. അതുപോലെ തന്നെ ഇൻഫ്ലാമേഷൻ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു. ആന്റി ഓക്സിഡന്റ് ആണ്. ആന്റി മൈക്രോബിയൽ ആണ്. ആന്റി മൈക്രോബിയൽ എന്ന് പറഞ്ഞെങ്കിൽ ഈ വൈറസ് അതുപോലുള്ളതിന്റെ അറ്റാക്കിനെ പ്രതിരോധിക്കുന്ന സംവിധാനം. അപ്പോ ഒരു എഫക്റ്റ് നമ്മുടെ ശരീരത്തിന്, ബാക്ടീരിയ, അണുബാധ, വൈറൽ ഇൻഫെക്ഷനുകൾ, ഇങ്ങനെയുള്ള അറ്റാക്കുകളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കഴിവ്. അപ്പൊ ഒരു ആന്റി മൈക്രോബിയൽ എഫക്റ്റ് ഇതിനുണ്ട്. അതുപോലെ തന്നെ എക്സലന്റ് സോഴ്സ് ഓഫ് വൈറ്റമിൻ C ആൻഡ് ഫൈബർ, വൈറ്റമിൻ സിയും ഫൈബറും ഇതിനകത്തുണ്ട് ബ്ലാക്ക് കറന്റിന്. പിന്നെ പൊമഗ്രാനേറ്റ് നമുക്ക് വളരെ എല്ലാവർക്കും അറിയുന്ന, എല്ലാവരും കഴിക്കുന്ന ഒരു ഫ്രൂട്ടാണ് പൊമഗ്രാനേറ്റ് മാതളം. അപ്പൊ ഇത് ബ്ലഡ് പ്രഷർ നോർമൽ ആക്കാൻ സഹായിക്കും. ബോൺ പിന്നെ ക്വാളിറ്റിക്ക് നല്ലതാണ്. എല്ലുകളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതുപോലെ ഇൻഫ്ലാമേഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. പിന്നെ ഈ കൗണ്ട് ഒക്കെ, പ്ലേറ്റ്ലെറ്റിന്റെ ഒക്കെ കൗണ്ടിന്റെ ഒക്കെ പ്രശ്നം വരുന്ന സമയത്തൊക്കെ പോംഗ്രാനേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അത് ഹൈ ആയിട്ട് നോർമൽ ലെവലിലേക്ക് വരുന്ന കാണുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഓവറോൾ നമ്മുടെ ബോഡി വെൽബീയിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് പോംഗ്രാനേറ്റ്. അത് ഇതിനകത്ത് ചേരുന്നു. പിന്നെ ഉള്ളത് ഭൃംഗരാജ്. ഭൃംഗരാജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടിയാണ്, ഒരു ഹെർബാണ്. കയ്യോന്നി എന്നാണ് ഇതിന്റെ ആയുർവേദത്തില്, ഇതിന്റെ മലയാളത്തിൽ പറയും കയ്യോന്നി എന്നാണ് പറയുന്നത്. ഇതിട്ട് കാച്ചി എണ്ണൊക്കെ എല്ലാവരും തേക്കാറുണ്ട്, ഈ ഭൃംഗരാജ് ഓയിൽ ഒക്കെ കണ്ട്. ഏറ്റവും ഒരു ഗുണം എന്ന് പറയുന്നത് മിറാക്കിൾ ഫോർ ഹെയർ പ്രോബ്ലം, തലമുടിയുടെ പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ സ്കിന്ന്, ഐ പ്രോബ്ലത്തിന് വളരെ നല്ലതാണ്. ബ്ലഡ് പ്രഷർ നോർമൽ ആക്കാൻ വേണ്ടി സഹായിക്കും. അൾസറുകൾ ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കും. മൈഗ്രെയിൻ പോലുള്ള തലവേദന ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കും. പിന്നെ ജോണ്ടിസ്, മഞ്ഞപ്പിത്തം പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ സ്കോർപിയോൺ ബൈറ്റ്സ് എന്ന് പറയുന്ന, സ്കോർപിയോൺ ബൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേളി കടിച്ചാൽ ഉണ്ടാകുന്ന വിഷത്തിന്റെ വിഷഹാരിയായിട്ട് ഭൃംഗരാജ്
ആയുർവേദത്തിലൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെ വിഷങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഇല്ലാതെയൊക്കെ സഹായിക്കും. അപ്പൊ ഇതാണ് കയ്യോന്നി, ആ ഒരു ഇൻഗ്രീഡിയന്റ് ഇതിനകത്തുണ്ട്. പിന്നെ എന്നുള്ളത് ചിക്കുറി അഥവാ കസ്നി എന്ന് പറയും. നമ്മളൊക്കെ ഈ കാപ്പിപ്പൊടി വാങ്ങിക്കുന്ന സമയത്ത് അതിന്റെ ഇൻഗ്രീഡിയന്റില് കോഫി ഉണ്ടായിരിക്കും, പിന്നെ ചിക്കറി കൊടുത്തിട്ടുണ്ടായിരിക്കും. ഒരു ഹെർബാണ് ഈ ഒരു സാധനം. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, ആരോഗ്യ ഗുണങ്ങളുണ്ട്. ഇത് ഡൈജസ്റ്റിന് വളരെ നല്ലതാണ്, ഹാർട്ടിന്റെ ഹെൽത്തിന് വളരെ നല്ലതാണ്, ഇൻഫ്ലാമേഷൻ നീർക്കെട്ടില്ലാതെയൊക്കെ നല്ലതാണ്, ആൻസൈറ്റി ഉത്കണ്ഠ കുറയ്ക്കാൻ വേണ്ടി നല്ലതാണ്, ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്, വെയിറ്റ് ലോസിന് വളരെ നല്ലതാണ്, അതുപോലെ കിഡ്നി ഹെൽത്തിന് വളരെ നല്ലതാണ്. ഇത്രയും ബെനിഫിറ്റുകൾ ഈ ചിക്കുറി എന്ന് പറയുന്ന, കസ്നി എന്ന് പറയുന്ന ഒരു ഹെർബിനുണ്ട്. അത് ഇതിനകത്ത് ചേരുന്നു. പിന്നെ ഒന്നുള്ളത് അമൽത്താസ് എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. അമൽത്താസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണിക്കൊന്ന എന്ന് പറയാം. കണിക്കൊന്ന, ഈ കണിക്കൊന്നയ്ക്ക് ഒരു ബീൻ ഉണ്ടാകുന്നുണ്ട്, ഒരു ബീൻ ഉണ്ടാകുന്നുണ്ട്. അതിൽ നിന്നാണ് ഇത് എടുക്കുന്നത്. ഇത് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം ഇല്ലാതാക്കാൻ സഹായിക്കും, ഡൈജഷൻ വളരെ പ്രോപ്പർ ആക്കാൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ ഹേർട്ട് ബേൺ, നെഞ്ഞിരിച്ചൽ, കാർഡിയാക് പ്രോബ്ലം, ഇതിനൊക്കെ വളരെ ബെറ്റർ ആണ്. പിന്നെ ബ്ലോട്ടിംഗ് ആൻഡ് സെവർ, പിന്നെ അബ്ഡോമിനൽ പെയിൻ. ബ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വയറ് വീർക്കുന്ന അവസ്ഥ, പിന്നെ ഈ അബ്ഡോമിനൽ പെയിൻ, വയറിനുണ്ടാകുന്ന വേദനകളൊക്കെ, അതിനൊക്കെ ബെറ്റർ ആണ് ഈ അമൽത്താസ് എന്ന് പറയുന്ന ഈ ഒരു സാധനം. അതുപോലെ തന്നെ വൂണ്ട് ഹീലിങ്ങിന് വളരെ നല്ല. വൂണ്ട് ഹീലിംഗ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് പിന്നെ മുറിവുകൾ ഉണ്ടാവുക, പൊള്ളലുകളൊക്കെ ഉണ്ടാവുക, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാവില്ല, അത് പെട്ടെന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അതാണ് ആ ഒരു ഇൻഗ്രീഡിയന്റ് ഇതിനകത്തുണ്ട്. പിന്നെ ഒന്നുള്ളത് ത്രിഫലയാണ്. ത്രിഫല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും, ത്രിഫലാദി കഷായം, ത്രിഫല ചൂർണം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ആയുർവേദത്തിൽ. ത്രിഫല എന്ന് പറഞ്ഞാൽ കടുക്ക, താനിക്ക, നെല്ലിക്ക, ഈ മൂന്നെണ്ണത്തിന്റെ ഒരു സംയോജനമാണ്. കടുക്ക, താനിക്ക, നെല്ലിക്ക, ഇതാണ് ത്രിഫല എന്ന് പറയുന്നത്. ത്രിഫല, 3 ഫലങ്ങൾ. ഇത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഗുണം ചെയ്യും. ത്രിഫല പൗഡർ അല്ലെങ്കിൽ ത്രിഫല ചൂർണം ഒക്കെ കഴിക്കുന്നത് വളരെ ബെറ്റർ ആണ്. പ്രത്യേകിച്ച് കണ്ണിന്റെ നല്ലതാണ്, കൊളസ്ട്രോൾ ഒക്കെ നോർമലായിട്ട് സാധിക്കും, വെയിറ്റ് ലോസിന് നല്ല, ഇമ്മ്യൂണിറ്റിക്ക് നല്ലതാണ്, ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാൻ നല്ലതാണ്, അതുപോലെ തന്നെ ഡാൻഡ്രഫ്, താരൻ പോലുള്ള പ്രശ്നങ്ങൾക്ക് വളരെ നല്ലതാണ്, ഡൈജസ്റ്റീവ് ഡിസോർഡറുകൾക്ക് നല്ലതാണ്, ദഹന പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്, കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതെയൊക്കും. അപ്പൊ ത്രിഫല ചൂർണ്ണൊക്കെ രാത്രി 10 ഗ്രാം കഴിച്ചാൽ കോൺസ്റ്റിപ്പേഷൻ ഒക്കെ പോകും, വയറിന്റെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടും. പലപ്പോഴും ഈ ത്രിഫല ചൂർണ്ണൊക്കെ കാച്ചിയ മോരിലൊക്കെ കൊടുക്കാറുണ്ട് ഈ കുടൽ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക്. പിന്നെ സ്കിന്നിന് വളരെ ബെറ്റർ ആണത്. അതുപോലെ തന്നെ ആന്റി അലർജിക് ആണ്, അലർജി പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ നല്ലതാണ്, ആന്റി ബാക്ടീരിയൽ എഫക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആയുർവേദത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ത്രിഫല എന്ന് പറയുന്നത്. നമ്മുടെ മണിരായ മാർക്കറ്റിംഗ് കമ്പനിയുടെ ന്യൂട്രാസ്യൂട്ടിക്കൽ സെഗ്മെന്റിലുള്ള ഒരു 90% സപ്ലിമെന്റ് പ്രോഡക്റ്റുകളിലും അടങ്ങിയിട്ടുള്ളത്, എല്ലാത്തിലും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഘടകമാണ് ത്രിഫല. അത്ര പ്രാധാന്യം ത്രിഫലയ്ക്കുണ്ട്. അത് നമ്മുടെ ഓൾ ബോഡി വെൽബീയിങ്ങിന് വളരെ ബെറ്റർ ആയിട്ടുള്ള ബെനിഫിറ്റ് തരുന്നു എന്നുള്ളതാണ്. പിന്നെ എന്നുള്ളത് പെരുംജീരകമാണ്. പെരുംജീരകം, സാൻഫ് തന്നെ പറയുന്നത് പെരുംജീരകം. പെരുംജീരകം ഒരുപാട് ഗുണങ്ങളുള്ള, ശരീരത്തിന് ഗുണം തരുന്ന ഒരു ഹെർബാണ് പെരുംജീരകം. പ്രത്യേകിച്ച് ഹെയറിന് വളരെ നല്ലതാണ്, ഹെയർ ലോസിന് നല്ലതാണ്, അതുപോലെ ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. പിന്നെ സ്ട്രെങ്തൻസ് റൂട്ട്സ്, നമ്മുടെ മുടിയുടെ റൂട്ട്സിന്റെ സ്ട്രെങ്ത് കൊടുക്കാൻ നല്ലതാണ്, സ്കാൽപ്പിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്, തലയോട്ടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പിന്നെ സ്കിന്നിന് വളരെ ബെറ്റർ ആണ്. അക്നിയൻ പിമ്പിൾസ്, മുഖക്കുരു ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കും. പിന്നെ സെല്ലുലൈറ്റ്, റിമൂവ് സെല്ലുലൈറ്റ് എന്ന് പറയുമെങ്കിൽ ചില ആളുകൾക്ക് ഇങ്ങനെ കൊഴുപ്പ്, ഉള്ളിലുള്ള കൊഴുപ്പ് പുറത്ത് നമ്മുടെ സ്കിന്നിലേക്ക് തള്ളി നിന്നിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ മുഴകളായിട്ട് രൂപാന്തരപ്പെടുന്ന ഒരു അവസ്ഥയാണ് സെല്ലുലൈറ്റ് എന്ന് പറയുന്നത്. അതിന് വളരെ ബെറ്റർ ആണ്. പിന്നെ പഫി ഐസ്, കണ്ണ് വീർക്കുക, അങ്ങനത്തെ അവസ്ഥയ്ക്കൊക്കെ വളരെ നല്ലതാണ്. സ്കിന്നിന്റെ ഗ്ലോ വർദ്ധിപ്പിക്കാൻ നല്ലതാണ്, വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ നല്ലതാണ്, ദഹനത്തിന് നല്ലതാണ്. പിന്നെ അനീമിയ, വിളർച്ച അല്ലെങ്കിൽ രക്തക്കുറവിന് നല്ലതാണ്, ബ്ലഡ് പ്രഷർ നോർമലാക്കാൻ നല്ലതാണ്. ഇത്രയും ബെനിഫിറ്റ് പെരിഞ്ജീരകത്തിനുണ്ട്. അപ്പൊ പെരിഞ്ജീരകം ഒരു ആയുർവേദ ഔഷധം കൂടിയാണ്. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ ഭക്ഷണത്തിലൊക്കെ പെരിഞ്ജീരകം ഉപയോഗപ്പെടുത്തുന്നത്, കാലങ്ങളായിട്ട് ഇത് ഉപയോഗപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ അത് ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത്രയും ഇൻഗ്രീഡിയന്റ് ആണ് നമ്മുടെ വൈൽഡ് ബെറി എലിക്സർ എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റിനകത്തുള്ളത്. അപ്പോ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് വരാതിരിക്കാൻ, ഉള്ളതിനെ ഇല്ലാതേക്കാൻ, നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ, നല്ല ചുറുചുറുക്കോടുകൂടി ആരോഗ്യത്തോടു
ആരോഗ്യത്തോടുകൂടി, പ്രസരിപ്പോടുകൂടി, യൗവനത്തോടുകൂടി, അതുപോലെ തന്നെ നല്ല എന്താ പറയാ എനർജറ്റിക് ആയിട്ട് ജീവിക്കാനുള്ള ഏറ്റവും ഒരുപാട് ഫ്രൂട്ട്സുകളുടെയും ഹെർബുകളുടെയും ഒരു സമ്മിശ്രണമായിട്ടുള്ള ഈ ഒരു വൈൽഡ് ബെറി എലിക്സർ ഒരു 30 മില്ലി നമ്മൾ ഡെയിലി കഴിക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ നമുക്കത് തരും. അത് നമുക്ക് നമ്മുടെ സെല്ലുകളുടെ പ്രൊട്ടക്ഷന് വളരെ നല്ലതാണ്. സെല്ലുകളുടെ അകാല മൃത്യു ഇല്ലാതെയൊക്കെ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള സെല്ലുകൾ, ആരോഗ്യകരമായിട്ടുള്ള സെല്ലുകൾക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇൻഫെക്ഷനുകളെയും ഇൽനെസ്സിനെയും ചെറുക്കാൻ വളരെ നല്ലതാണ്. കിഡ്നി ഫംഗ്ഷൻ പ്രോപ്പർ ആക്കാൻ വേണ്ടി വളരെ ലിവർ കിഡ്നി ഫംഗ്ഷൻ ഒക്കെ പ്രോപ്പർ ആക്കാൻ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ സർക്കുലേഷൻ കറക്റ്റ് ചെയ്യാനും, ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനും, ഡൈജഷൻ പ്രോപ്പർ ആക്കാനും, പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് കൊടുത്തുകൊണ്ട് നിരോക്സീകരണം, ഓക്സീകരണത്തിന്റെ പ്രശ്നം കൊണ്ടുണ്ടാകുന്ന വിഷയങ്ങൾ ഇല്ലാതേക്ക് നിരോക്സീകാരികളെ കൊടുത്തുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഫ്രീ റാഡിക്കൽ അറ്റാക്കിൽ നിന്ന് മോചനം കൊടുത്തുകൊണ്ട് നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കാനും കഴിയുന്ന, സഹായിക്കുന്ന സൂപ്പർബായിട്ടുള്ള ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് വൈൽഡ് ബെറി എലിക്സർ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. ഒരുപാട് ഫ്രൂട്ട്സുകൾ 1 കിലോ 2 കിലോ ഫ്രൂട്ട്സ് കഴിക്കുന്നതിന് പകരം നമുക്കൊരു 30 മില്ലി ഡെയിലി കഴിച്ചാൽ അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ കൂടുതൽ ബെറ്റർ ആക്കാൻ സഹായിക്കുന്നു. നമ്മൾ നല്ല ആരോഗ്യത്തോടു കൂടി, നല്ല യങ് ആയിട്ട്, നല്ല ആന്റി ഏജിങ്ങിൽ നിലനിൽക്കുന്നതിന് വേണ്ടി, നല്ല ആരോഗ്യത്തോടു കൂടി നിലനിൽക്കുന്നതിന് വേണ്ടി, നല്ല പ്രിവെൻഷനോട് നിലനിൽക്കുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്നു. അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് മണിരായ മാർക്കറ്റിംഗ് നമുക്ക് തന്നിട്ടുണ്ട്. അത് ഉപയോഗിക്കുക, അതിന്റെ പ്രചാരകരാകുക. അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ആരോഗ്യവും സമ്പത്തും ഒക്കെ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിനകത്തൂടെ ഉണ്ടാകട്ടെ എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സൺഡേ സൂമിൽ അറ്റൻഡ് ചെയ്ത മുഴുവൻ ആളുകൾക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു, എല്ലാവിധ വിജയാശംസകളും നേരുന്നു, എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. അപ്പൊ നമുക്ക് വീണ്ടും കാണാം എന്നുള്ള ശുഭപ്രതീക്ഷയിൽ നിർത്തുകയാണ്. ഐ വിഷ് ഓൾ ദ ബെസ്റ്റ്. ജയ് മണിരായ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. Good night.